Welcome my dear students. Today I discuss about our advanced question paper 2. മെയിൽ 26 നടന്ന പേപ്പർ 2. ജനറലി പറയുമ്പം പേപ്പർ 1നേക്കാൾ ഒരല്പം ടഫായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു പേപ്പർ 2. പേപ്പർ 2-ൽ 17 ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ടഫ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നൊരു 3 ക്വസ്റ്റ്യൻസാണ്. ബാക്കി ഓൾമോസ്റ്റ് സിമ്പിളായിട്ടുള്ള വെരി സിമ്പിളായിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 13 ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാം ഡൂവബിളാണ്. നമ്മളതിനെ എടുക്കുന്ന അപ്രോച്ചിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസം കൊണ്ട് ഇച്ചിരി ലെങ്തി ആയിപ്പോയി എന്ന് മാത്രം വരുന്നുള്ളൂ. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ് 4 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അകത്തത്. സോ വി ക്യാൻ ഡു ദ ഫസ്റ്റ് വൺ. ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് 2 കോസ് ഇൻവേഴ്സ് 2/√5. ഇതിൽ നമ്മൾ 2 കണ്ടീഷൻസാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്നത്. ഇത് രണ്ടും ആൽഫ ആൻഡ് ബീറ്റ എന്നെടുത്താൽ കഴിഞ്ഞു. ഇതതിൻ്റെ കണ്ടീഷൻസ്. ആൽഫ ആൻഡ് ബീറ്റ വി ക്യാൻ ചൂസ് ഇറ്റ്. സോ അവർ ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് ആൽഫ മൈനസ് 2 ബീറ്റ വിച്ച് വിൽ ബി ടാൻ ആൽഫ മൈനസ് ടാൻ 2 ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ ആൽഫ ഇൻറ്റു ടാൻ 2 ബീറ്റയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്ത് ഈ ആൽഫ എന്ന് പറയുന്നത് വി ക്യാൻ സി our alpha is equal to sin inverse 3/5 ആണ്. ട്രയാങ്കിൾ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ സൈൻ ആൽഫ നമുക്ക് 3/5 ആകുമ്പോൾ ടാൻ ആൽഫ എന്ന് പറയുന്നത് 3/4 ആകും. അപ്പം ഇതിൻ്റെ ഈ ടാൻ ആൽഫ 3/4 എന്ന് കിട്ടി. നമുക്കിനി അതേപോലെ രണ്ടാമത്തുണ്ട് ബീറ്റ. ലുക്ക് ദിസ്, ബീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 2/√5 ആണ്. സോ കോസ് beta is equal to 2/√5 ആണ്. So if you complete a triangle, this is beta, then here it is 2 and √5. So this is 1. So what is tan beta? Tan beta നമുക്ക് 1/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ tan 2 ബീറ്റയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്റ്റെപ്പും കൂടി പോകണം. tan 2 ബീറ്റ is equal to 2 tan beta divided by 1 minus tan square beta എന്നാണ്. That's equal to 2 into 1/2 divided by 1 minus 1/4. That's equal to 4/3 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 2 വാല്യൂ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നമുക്കിവിടുത്തെ ബേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ. ടാൻ ആൽഫ നമുക്ക് 3/4 മൈനസ് 4/3 ഡിവൈഡ് ബൈ 1 പ്ലസ് 3/4 ഇൻറ്റു 4/3 എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു 9 മൈനസ് 16 ഡിവൈഡ് ബൈ 12 divided by 2 എന്നാണ്. സോ ദ ആൻസർ ഇസ് മൈനസ് 7/24. ഇതാണ് കിട്ടുന്ന ആൻസർ. സോ ദ ആൻസർ ഇസ് മൈനസ് 7/24 ഇസ് ദിസ്. ഇത് നമ്മുടെ NCERT ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നതല്ല. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ജസ്റ്റ് യു കൺവേർട്ട് ദാറ്റ് ടു ഒരു എക്സാംപ്ലർ ലെവൽ ക്വസ്റ്റ്യൻ മാത്രമാണ് ഒന്നാമത്തത്. കം ടു ദ സെക്കൻഡ് വൺ. ഇതൊരല്പം ട്രിക്കിയാണ്. ട്രിക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പരാബോളയാണ്. ഒരു പരാബോള നമ്മൾ ഗ്രാഫ് ചെയ്യുമ്പോൾ ഈ പരാബോള ഇതിൽ ഫസ്റ്റ് പരാബോള ഓപ്പൺ ടു റൈറ്റ് സൈഡാണ്. സെക്കൻഡ് പരാബോള ഇങ്ങനെ, ഇത് എക്സിന് 0 എടുത്താൽ കിട്ടുന്ന 6 0 എന്ന് പറയുന്ന ഈ പോയിന്റ് കൂടെ വരുന്നതാണ്. ഇവിടെയാണ് അതിൻ്റെ വെർട്ടെക്സ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ y² ലെസ് ദാൻ ഈക്വൽ ടു 4x ദെൻ y² ലെസ് ദാൻ ഈക്വൽ 12 മൈനസ് 2x ആണ് വരുന്നത്. ഇത് രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ റീജിയനിലാണ് നമുക്ക് ഇത് കിട്ടുക. പക്ഷേ എബോവ് എക്സ് ആക്സിസ് x > 0 y > 0 എന്നുള്ള ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വേണം എടുക്കാൻ. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടിൻ്റെയും കൂടെയുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഫൈൻഡ് ചെയ്യുക. വി ക്യാൻ ഫൈൻഡ് P. സോ ഫോർ ദാറ്റ് വി ക്യാൻ സോൾവ് ദിസ് 2. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്താൽ 4x is equal to 12 minus 2x ആണ്. സോ 6x is equal to 12 implies that x is equal to 2. അപ്പോൾ ഇതിൻ്റെ ഈ പോയിന്റ് 2 ആണ്. സിമെട്രിക് ആയിട്ട് x is equal to 2 കിടക്കും. When you put x is equal to here, y² is equal to 8, then y is equal to 2√2. So കോർഡിനേറ്റ് ഓഫ് P എന്ന് പറയുന്നത് നമുക്ക് 2, 2√2 ആണ്. ഇതാണ് √8 ആണ്. ഈ പോയിന്റ് നമ്മുടെ y കോർഡിനേറ്റുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യണം. ദർ ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇസ് ഹിയർ. ദ സ്ട്രെയിറ്റ് ലൈൻ വി ക്യാൻ സി ഇറ്റ് ഈസ് 3y പ്ലസ് √8x is equal to 5√8. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഇതിൽ നിങ്ങൾക്ക്
വൈയുടെ വാല്യൂ 2√2 അത് കൊടുത്താൽ 6√2 കിട്ടും. 6√2 പ്ലസ് 2√2 ആണ്. 2√2 എക്സ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 2√2 എന്നാണ് എടുക്കാൻ പറ്റുക. സോ വി ക്യാൻ സി 2√2 എക്സ് ഈസ് ഈക്വൽ ടു 10 മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ 4√2 ഓർ എക്സ് ഇസ് ഈക്വൽ 2 എന്ന് കിട്ടും. മീൻസ് ഇത് ഈ പോയിന്റ് ഈ സ്ട്രെയിറ്റ് ലൈനിലാണ്. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ പോയിന്റ് കൂടെ പോകുന്നതാണ്. സോ വി ക്യാൻ സി ദിസ് ലൈൻ മേ ലൈക്ക് ദിസ്. ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കിട്ടാൻ വേണ്ടി ക്യാൻ പുട്ട് y = 0. വൈക്ക് 0 എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സി എക്സ് ഇസ് ഈക്വൽ 5. അപ്പോൾ ഇത് 5 0 ആണ്. സോ ദിസ് ആർ ദ പോയിന്റ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട റീജിയനെ ഐഡൻറ്റിഫൈ ആൻസർ എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. സോ വി ക്യാൻ സി ദ എൻ്റെ റീജിയൻ ഈസ് ആക്ച്വലി വി ക്യാൻ സി ലൈക്ക് ദിസ്. വൺ റീജിയൻ ഈസ് ദിസ് ആൻഡ് അതർ റീജിയൻ ഈസ് ദിസ്. സോ എനിക്ക് ഈ രണ്ട് പരാബോളയുടെ ഇടയ്ക്കും ഈ സ്ട്രേറ്റ് ലൈൻ്റെ അകത്ത് വേണ്ടിയുള്ള ഈ 3 റീജിയൻ കണ്ടാൽ മതി. അത് നമ്മൾ ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ ഈ പോയിന്റ് 2 ആണ്. സോ ഫസ്റ്റ് ഏരിയ ദിസ് ഏരിയ വി ക്യാൻ പുട്ട് ഫസ്റ്റ് ആൻഡ് ദാറ്റ് ഏരിയ വി ക്യാൻ സെക്കൻഡ്. സോ സെക്കൻഡ് ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്, നമുക്ക് ഈസിയറായിട്ട് എടുക്കാം. സോ വി ക്യാൻ സി ദ ഫസ്റ്റ് ഏരിയ ഈസ് ദിസ്. ഇൻ്റഗ്രൽ 0 to 2 y dx ആണ്. y നമുക്ക് y² 4x ആയതുകൊണ്ട് സോ ഇൻ്റഗ്രൽ 0 to 2 ഇൻറ്റു 2√x dx. ഇതെടുത്താൽ 2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 0 to 2 ആണ്. സോ ഇറ്റ് ഇസ് 4/3 ഇൻറ്റു 2√2. സോ ദാറ്റ്സ് ഈക്വൽ ടു 8√2/3 എന്നാണ് നമ്മുടെ ഈ റീജിയൻ കിട്ടുന്നത്. ദെൻ വാട്ട്സ് അവർ സെക്കൻഡ് റീജിയൻ? സെക്കൻഡ് റീജിയൻ എന്ന് പറയുന്നത് ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് ഹാഫ് BH ആണ്. ഈ ബി എന്ന് പറയുന്നത് ഈ ദൂരമാണ്. സോ ഇവിടെ രണ്ടും ഇവിടെ 5 വേണമെങ്കിൽ 3 1/2 ഇൻറ്റു 3യും y അവിടെ 2√2 ആണ്. സോ വി ക്യാൻ സി ഇറ്റ് ഈസ് ഈക്വൽ ടു 2√2. 1/2 ഇൻറ്റു ദിസ് ഇറ്റ് വിൽ ഗിവ് യു 3√2. ദിസ് ഇതാണ്. സോ വാട്ട് അബൌട്ട് ദ ടോട്ടൽ ഏരിയ? സോ റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു 8√2 പ്ലസ് 3√2 വിൽ ബി 17√2 ഡിവൈഡ് ബൈ 3 എന്നാണ്. ദിസാണ് നമുക്ക് a√2 അല്ലെങ്കിൽ α√2 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ വി ക്യാൻ സി ദി ആൻസർ ഇസ് or alpha is equal to this alpha is equal to 17/3 എന്ന് കിട്ടും. ദിസ്. സോ വി ക്യാൻ സി ദ സെക്കൻഡ് ഓപ്ഷൻ ബി ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അതും ഒരു സിമ്പിൾ ക്വസ്റ്റൻ. നമുക്ക് ഈ രണ്ട് ഗ്രാഫ് ഇത് നമുക്ക് നമ്മുടെ ഒരു JEE മെയിൻ സ്റ്റാൻഡേർഡ് എന്ന് വേണം പറയാം. അതിനപ്പുറത്തൊരു ഈ ക്വസ്റ്റ്യൻ പോകുന്നില്ല. ഈ 3 ഗ്രാഫ് വരയ്ക്കുന്നത്. പക്ഷേ ഈ പോയിന്റ് ആ സ്ട്രേറ്റ് ലൈൻ ആണെന്നുള്ള ഒരു ഹൈലൈറ്റ് അതിൻ്റെ അകത്തുണ്ട്. അത് ആ 2 കിട്ടുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വെത്തേക്കണം √2 അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ കൂടെ നമുക്കിതിനെ ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഇതാണ് കണ്ടീഷൻ. സോ ഐ എം മൂവിങ് ടു ദ സെക്കൻഡ് വൺ. ഇത് നമ്മളെ സംബന്ധിച്ച് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നിയേക്കാവുന്ന ഒരു ചോദ്യമാണ്. ലിമിറ്റ് അതിൻ്റെ അകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a f(x) റേസ് ടു g(x). ഈ ഒരു ഇത് നമ്മുടെ എല്ലാ മെറ്റീരിയലും ബ്രില്യൻ്റ് മെറ്റീരിയലൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു e റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a ഇൻറ്റു f(x - 1) ദ ഹോൾ ഇൻറ്റു g(x) എന്നാണ്. ഈ റൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിങ്ങനെ f(x റേസ് ടു g(x) വന്നാൽ ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ദാറ്റ് ഷുഡ് ബി e റേസ് ടു 6 എന്നാണ്. ഇതുണ്ട് ദിസ് ഇസ് ഈക്വൽ ടു e റേസ് ടു 6 എന്ന് അവർ പറയുകയാണ് ഈ വാല്യൂ. അതുകൊണ്ട് ഈ 2 ലിമിറ്റും സെയിം ആണോ, ഇത് തന്നെ ആണ് ഇവിടെ കിടക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് പ്രൊസീഡ് ചെയ്യാം. f(x) എത്രയാണ്? വാട്ട്സ് f(x)? f(x) എന്ന് പറയുന്നത് സോ ദർഫോർ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് f(x) ഈ കിടക്കുന്നതാണ് sin kx പ്ലസ് cos x പ്ലസ് x. ഇത്രയുമാണ് f(x). -1 എന്നിട്ട് g(x) 2/x ഇൻറ്റു 2/x. ഇതാണ് നമ്മുടെ 6 ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എത്രയെന്ന് കണ്ടാൽ ആൻസർ കഴിഞ്ഞു. സോ വി ക്യാൻ സി ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് ഈ എക്സ്പ്രഷൻ നിങ്ങൾ എടുത്താൽ ആ 2 വേണേൽ 6 ആയിട്ട് കട്ടി 3 എന്ന് എടുക്കാം. sin kx പ്ലസ് cos x പ്ലസ് x -1 ഓൾ ഡിവൈഡ് ബൈ x ഈസ് ഈക്വൽ ടു 3 എന്നാണ്. നമുക്ക് 0 എടുത്തു കഴിഞ്ഞാൽ ഇത് 0, ഇവിടെ 0, 1 - 1 0, താഴെ 0. സോ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ലെഫ്റ്റ് സൈഡ് 0/0 എന്നുള്ള ഫോം ആയതുകൊണ്ട് വി ക്യാൻ അപ്ലൈങ് ലോപിറ്റൽ റൂൾ. സോ വെൻ യു അപ്ലൈങ് ലോപിറ്റൽ റൂൾ ഇറ്റ് വിൽ ഗീവ് യു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് വാട്ട്സ് ലോപിറ്റൽ റൂൾ? സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് sin kx ഇൻറ്റു അകത്തെ സൈനിൻ്റെ cos kx ഇൻറ്റു k
ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് വരിക. പ്ലസ് കോസ് എക്സിൻ്റെത് സൈൻ മൈനസ് സൈൻ എക്സ് പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ 1 ആണ്. ദിസ് ഇസ് ഈക്വൽ 3. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഈ റിക്വയർമെൻറ്റ് വാട്ട് ഇസ് വാല്യൂ ഫോർ കെ എന്നാണ്. സോ വി ക്യാൻ പുട്ട് ദാറ്റ് 0 ഹിയർ. ദെൻ സൈൻ 0 0, സോ കോസ് 0 ഇസ് 1. ആൻഡ് ഹിയർ ഓൾസോ കോസ് 0 ഇറ്റ് ഇസ് ഓൾസോ 1. സോ 1 into 1 k പ്ലസ് 0 പ്ലസ് 1. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 1 into k plus 0 plus 1 is equal to 3, which implies that k equal to 2. k equal to 2 എന്നുള്ള ഓപ്ഷൻ നമുക്ക് ബിയിലാണ്. ഇത് നമ്മുടെ ഒരു ജെഇമെയിൻ സ്റ്റാൻഡേർഡിന് അപ്പുറത്തുണ്ടെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ ഈ റിസൾട്ട് അറിയത്തില്ലാത്ത നമ്മുടെ ബുക്കുകളിലെല്ലാം നമ്മുടെ എല്ലാ മെറ്റീരിയലും ഈ ചോദ്യം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ റിസൾട്ട് ഉപയോഗിച്ചാൽ ഒരു ഡയറക്റ്റ് റിസൾട്ട് ഉപയോഗിക്കുന്നുള്ളൂ, അല്ല വേറെ തിങ്കിങ് ലെവലിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. f(x)(g)(x) എന്നുള്ളതിൻ്റെ ലിമിറ്റ് ഈ പവർ ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ദിസ് ആണ്. ഇപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് 6 ആണ്, അന്നേരം ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു, അതിൽ നിന്ന് k കണ്ടുപിടിക്കുക. അപ്പോൾ 0/4 ആണെങ്കിൽ ലോപ്പിറ്ററുള്ള. സോ ഇറ്റ്സ് ഓൾസോ എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 4. Here f(x) is equal to x square into sin pi by x square if x not equal to 0, and it is 0 if x is equal to 0. Then which of the following statements is true എന്നാണ്. f(x) 0 has infinitely many solutions in the interval 1/10⁻10 to infinity. f(x) 0 has no solution in this and having a solution interval this and. അപ്പോൾ ഇവിടെ നമ്മൾ f(x)നെ 0 ആക്കാനുള്ള സിറ്റുവേഷൻ മാത്രം നോക്കിയാൽ മതി. f(x) എന്ന് പറയുന്നത് we can see this is equal to x square into sin of pi by x square എന്നാണ് കിടക്കുക. ഇതിൽ if it is equal to 0, x square into sin of pi by x square is equal to 0 എന്ന് സെറ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന x is equal to 0 എന്നുള്ള സൊല്യൂഷനാണ്. ഇതെടുക്കരുത്, കാരണം വെച്ചാൽ ഈ ഡിഫൈൻ ചെയ്ത് നോട്ട് equal to 0 യ്ക്കകത്ത. അപ്പോൾ ഇത് നോട്ട് equal to 0 ആണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് സൈൻ ഓഫ് pi by x square നമുക്ക് 0 ആണ്. സൈൻ ഓഫ് pi by x square 0 ആണെന്ന് പറഞ്ഞാൽ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു സൈൻ എൻ പൈ എന്നാണ് വരേണ്ടത്, എങ്കിലേ 0 ആവുള്ളൂ. അപ്പോൾ പൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എൻ പൈ ആണ്. വി ക്യാൻ ക്യാൻസൽ ദിസ് ടു. ദെൻ 1/x സ്ക്വയർ എന്നുള്ളത് n ആണ്. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ 1/n ആണ്. ദെൻ എക്സ് ഇസ് ഈക്വൽ 1/√n ആണ്. ഇത് മാത്രമേ എൻ്റെ അടുത്ത് ഹൈലൈറ്റഡ് ആയുള്ളൂ. ഈ √n എന്ന് നമ്മുടെ നാച്ചുറൽ നമ്പറാണ്. 0 to ഇൻഫിനിറ്റിയിലാണ് നമുക്ക് മൊത്തം ഡിസ്കസ്ഡ് ആയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ റേഞ്ച് എല്ലാം പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് നാച്ചുറൽ നമ്പറിനെ നമ്മൾ പിടിച്ചാൽ മതി. എൻ പൈ നമ്മുടെ 0 ആണെങ്കിൽ നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കണം. അതിൻ്റെ കൗണ്ടാണ് ചോദ്യം. ഫൈനറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പറയുന്നത് ഈ ഒന്നാമത്തെ കേസിലിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1/√n ബിലോങ്സ് ടു 10⁻10 ഇൻഫിനിറ്റി എന്നാണ് എടുക്കുക. ഇതിനർത്ഥം 1/10⁻10 ലെസ് ദാൻ 1/√n ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണ് ആദ്യം വരേണ്ടത്. ഇതിൻ്റെ അകത്ത് എത്ര n ഉണ്ട്, ഇൻഫിനിറ്റ് ആണോ ഫൈനറ്റ് ആണോ എന്നാണ് അറിയേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് റെസിപ്രോക്കൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 10⁻10 ഈസ് ഗ്രേറ്റർ ദാൻ √n ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. കണ്ടോ, ഇത് ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ അങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് നോ പ്രോബ്ലം. ദാറ്റ് മീൻസ് 0 ഈസ് ലെസ് ദാൻ n ലെസ് ദാൻ 10⁻10 എന്നാണ് ഇങ്ങനെ വരിക. സോ 0 ലെസ് ദാൻ n ലെസ് ദാൻ 10⁻20 ചെയ്യാം. ഇതിൻ്റെ അകത്ത് 10⁻20 എത്ര ആയിക്കോട്ടെ, എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് അറിയേണ്ടത്. അത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണെന്നാണ് അറിയേണ്ടത്. അവർ പറയുന്നത് ഇത് ഇൻഫിനിറ്റ് ആണെന്നാണ്. കണ്ടോ, ഒന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത് ഇൻഫിനിറ്റ്ലി മെനി എന്നാണ്. അത് തെറ്റല്ലേ? 0യ്ക്കും 10⁻20 എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, ദർ ആർ ഫൈനൈറ്റ്ലി എന്നാണ് കിട്ടുന്നത്. സോ ദിസ് ഇസ് റോങ്. അതേ കണ്ടീഷൻ തന്നെ നമുക്ക് രണ്ടാമത്തിൻ്റെ അത് ഇവിടെയും വരുത്തുന്നുണ്ടോ. ബാക്കി നമുക്ക് രണ്ടാമത്തെ കേസ് സി എന്നുള്ള ഓപ്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താ വരിക, അതായത് 1/√n ബിലോങ്സ് ടു 0, 1/10⁻10 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് 0 ലെസ് ദാൻ 1/√n ലെസ് ദാൻ 1/10⁻10 എന്നാണ്. റെസിപ്രോക്കൽ ചെയ്യുമ്പം ഇൻഫിനിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ √n ഈസ് ഗ്രേറ്റർ ദാൻ 10⁻10 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 10⁻10 ലെസ് ദാൻ √n ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണ്. ഇങ്ങനെ വരുമ്പം 10⁻20 ലെസ് ദാൻ n ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണ്. ഈ n അവർ പറയുന്നത് ഫൈനൈറ്റ് ആണെന്നാണ്. ഉണ്ടോ, അപ്പോൾ അതും തെറ്റാം. സോ ഈ രണ്ട് കേസിലും ഇത് ഫൈനൈറ്റ് ടു ഇൻഫിനിറ്റ് എന്നുള്ള രണ്ട് കേസും എയും സിയും തെറ്റാണ്. തിരിച്ചായിരുന്നു ശരിയായിരുന്നു. ഒന്നാമത്തെ കേസിൽ ഇത് ഫൈനൈറ്റ് എന്ന് പറയുന്നത് ശരിയായിരുന്നു, ഇത് ഇൻഫിനിറ്റ് ആണെന്ന് ശരിയായിരുന്നു. ഇതാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലിമിറ്റ് ഇൻ്റർവൽ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഫൈനൈറ്റ് എന്നൊന്നും എടുത്തിട്ട് കാര്യമില്ല. ഈ ഒരു കണ്ടീഷൻ അവിടെ എഫക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് പ്രോബ്ലം. ഇനി നമുക്ക് ഇനിയും ചെയ്യാനുള്ളത് അടുത്ത രണ്ട് കേസും കൂടെ വരാനായിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 1/√n. മൂന്നാമത്തെ കേസിന് വേണ്ടി 1/√n ബിലോങ്സ് ടു
1/π ടു ഇൻഫിനിറ്റിക്കകത്ത് നോ സൊല്യൂഷൻ എന്നാണ് അവർ പറയുന്നത്. നോ സൊല്യൂഷൻ ഇല്ല എന്നാണ്. അതിനർത്ഥം 1/π ഈസ് ലെസ് ദാൻ 1/√n ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണ്. അത് നമ്മൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ π ഈസ് ഗ്രേറ്റർ ദാൻ √n ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. സോ 0 ലെസ് ദാൻ √n ലെസ് ദാൻ π എന്നാണെങ്കിൽ 0 ലെസ് ദാൻ n ലെസ് ദാൻ π² എന്നാണ് എഴുതുക. ഇതിൻ്റെ ഇടയ്ക്ക് ഇല്ല എന്നവർ പറഞ്ഞാൽ തെറ്റാ. പൈയുടെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാമല്ലോ, 3.14 സ്ക്വയർ 9 something. അതിൻ്റെ ഇടയ്ക്ക് ഇൻറ്റീജർ ഉണ്ട്. അപ്പം ഉണ്ട് എന്നുള്ളതാണ് ശരി, ഇല്ല എന്നുള്ളത് തെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളെ സംബന്ധിച്ച് ഈ ബിയും തെറ്റാണ്. ഇനിയിപ്പം ഒരെണ്ണേ ഉള്ളൂ സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ്, ശരിയായിരിക്കും. ആ ശരിയാണെന്ന് നോക്കാൻ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനെ തീരുമാനിക്കാം, അല്ല പിന്നെ അങ്ങനെ ചെയ്തില്ല എന്ന് വരികയല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് f(0) ഹാസ് മോർ ദാൻ 25 സൊല്യൂഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് 1/π² ലെസ് ദാൻ 1/√n ലെസ് ദാൻ 1/π എന്നാണ് വേണ്ടത്. സോ റെസിപ്രോക്കൽ ചെയ്യുമ്പം π² ഈസ് ഗ്രേറ്റർ ദാൻ √n ഗ്രേറ്റർ ദാൻ π എന്ന് വരും. സോ π⁴ ഈസ് ഗ്രേറ്റർ ദാൻ n ഗ്രേറ്റർ ദാൻ നമ്മുടെ π² എന്ന് വരും. സോ π² ഈസ് ലെസ് ദാൻ n ലെസ് ദാൻ π⁴ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പൈയുടെക്കാൾ കുറവുള്ള നമ്പർ 3² കൂടുതലാണിത് അല്ലേ. അപ്പോൾ ഇതോ ലെസ് ദാൻ 3⁴ ആക്ച്വലി ഇത് 3.14 പവർ ഇച്ചിരി എടുക്കുക വലുത്. ഞാൻ ആ 3 വെച്ച് പറഞ്ഞതേ ഉള്ളൂ, അല്ലെ 4 എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ നമ്പർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കേണ്ട, ഇതിൻ്റെ അകത്ത് നമ്പർ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം വെച്ചാൽ 3² എന്ന് പറയുന്ന നമ്പർ ഇത് മോർ ദാൻ 9 9 ലെസ് ദാൻ 9 ഇത് 81 വലുതാണ്. 81 വെച്ചോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 9 മുതൽ 81 വരെ എന്തായാലും ശരി ഇൻറ്റിജറുകളുടെ എണ്ണം 25 കൂടുതലാണ്. അപ്പോൾ ഡി ശരിയാണ്. ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് x² ഇൻറ്റു സൈൻ ഓഫ് π/x² 0 എന്ന് വരുമ്പം x≠0 എന്നുള്ള കോൺസെപ്റ്റിങ് കറക്റ്റ് ആയിരിക്കണം. ഇത് വരത്തില്ല. പിന്നെ ഇത് 0 ആക്കാൻ നമുക്ക് x² nπ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു ഉണ്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സിൻ്റെ റെസിപ്രോക്കൽ ഫോം എടുത്തിട്ട് ആ ലിമിറ്റ് ഇട്ട് നമ്മുടെ ക്വസ്റ്റിനെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പതറിച്ചൊക്കെ തോന്നാമെന്നുള്ളത് കഴിഞ്ഞ് ഇത് വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ലിമിറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് ഓൾ ആൽഫ ബീറ്റ. അതൊരു ഓർഡർ പെയർ ആണ്. ഏറ്റവും അവസാനം നമ്മുടെ എസ്സിലെ എലമെൻറ്റുകൾ -1 3 -1 1 1 -1 1 -2 ഇതൊക്കെ ഓർഡർ പെയറുകളാണ്. എന്ന് പറഞ്ഞാൽ ആൽഫ നമുക്ക് -1 3 ആ രീതിയിൽ ആൽഫയും ബീറ്റ നമുക്ക് ചൂസ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ട് ലിമിറ്റിംഗ് പ്രോബ്ലമാണ്. ഈ ലിമിറ്റിംഗ് പ്രോബ്ലത്തിന് ഒരു കുഴപ്പമുണ്ട്. ഇതൊരു ഡിഫിക്കൽട്ട് കാറ്റഗറി ഞാൻ ഉൾപ്പെടുന്നതിന് കാരണം ഒരു കൺഫ്യൂഷൻ തോന്നാവുന്നതാണ്. ഇതിൽ ഇൻഫിനിറ്റി പോയി കഴിയുമ്പം sin x² ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതാണ്. sin x² ഇൻഫിനിറ്റി അല്ലെ sin x ഇൻഫിനിറ്റിയിലോട്ട് വരുമ്പോൾ തന്നെ ഓർത്തേക്കണം അതിൻ്റെ ലിമിറ്റ് നമുക്ക് ഫൈനൈറ്റഡ് ബൗണ്ടഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. -1നും 1നും ഇടയ്ക്കാണ് നമുക്ക് sin x² വാട്ട് മേ ബി ദ വാല്യൂ ഫോർ ദിസ്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമല്ല, തൽക്കാലം നമുക്കവിടെ വെക്കാം. ബിക്കോസ് യു ആർ സെർച്ചിങ് 0 അലോങ് വിത്ത് ആൽഫ ബീറ്റ എന്നുള്ള വാല്യൂവിൻ്റെ ഇതിൽ k ആയതുകൊണ്ട് നോ പ്രോബ്ലം. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x/x1 ആണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x² എന്നുള്ളത് 0 പോകുമ്പോൾ ഈ ടേമിനെ ബാലൻസ് ചെയ്യുന്ന ഒരു 1/x² അതിന് ഉണ്ടാവണം ഉണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി sin 1/x² എന്ന് വരുമ്പോൾ ഇത് 1 വിടാൻ 0 കഴിഞ്ഞാൽ പിന്നെ മൊത്തം റിസൾട്ടോട്ട് പോയാൽ 1/x² വരണം. ഈ 1/x² വരണം എന്നുണ്ടെങ്കിൽ ഈ താഴെ 1/x² ഇട്ട് +2 അതായത് /1/x² ഇട്ട് കഴിഞ്ഞാൽ x⁻⁴ β+2 എന്ന് കൊടുക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ അകത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, സോ വി ക്യാൻ സി അവർ ലിമിറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ ദ ഫോം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി sin ഓഫ് x² ഒരെണ്ണം ഇട്ടു. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ sin ഓഫ് 1/x² എന്ന് എഴുതിയിട്ട് ഡിവൈഡ് ബൈ 1/x². ഇത് നമുക്ക് എടുക്കാനുള്ള കാരണം വെച്ചാൽ ഡിവൈഡ് ചെയ്യുകയാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതേ പണി താഴെ ചെയ്യണം. x⁻⁴ β ഇൻറ്റു നമ്മുടെ തിരിച്ച് ഡിവൈഡ് ബൈ 1/x² എന്ന് കൊടുക്കണം. ഇതാണ് അവിടെ വരുന്നത്. മുകളിൽ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് താഴെ ഡിവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് x² ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ x² ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് നേരെ തിരിച്ച് x² കൂട്ടേണ്ടി വരും. ഇനി വരുന്ന 2 ടേം അവിടെ രസകരമായിട്ടുള്ളത് ഈ ലോഗിൻ്റെ, അത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പോകാം. ഇതുണ്ടോ, ഈ log x-ഉം log 1+x-ഉം ആസ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി. യഥാർത്ഥത്തിൽ ഇഫ് ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് ഇത് രണ്ടും ഒരേ സാധനം തന്നെയാണ് എക്സ്റ്റെൻഡിങ് ഇൻഫിനിറ്റി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പ്രത്യേകത വെച്ചാൽ ഈ കൺസിഡർ ദാറ്റ് ആൽഫ ഇസ് ലെസ് ദാൻ ബീറ്റ ഓർ ബീറ്റ ഇസ് ഇത് എന്ത് വേണമെങ്കിലും ആകാം. അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഇതിനെ പിടിക്കാൻ പറ്റും. സോ ഫോർ ഇൻഫിനിറ്റി log x ഇസ് നിയർലി ഈക്വൽ ടു log 1+x എന്നാണ്.
ഇത് അതിൻ്റെ അത്ര ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് തോന്നണമെന്നില്ല, അത് അതിൻ്റെ ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്നത്. എന്ന് പറയുക ഈ രണ്ട് റേഷ്യോ ടേം വാട്ടർ വി ക്യാൻ മേക്ക് ആസ് എ സിംഗിൾ എക്സ്പ്രഷൻ വിത്ത് ആൽഫ മൈനസ് ബീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ കേസ് ഞാൻ പറയുന്നത് ഈ ലോഗിൻ്റെ ആസ്പെക്റ്റിനെ ഞാൻ ഇത് രണ്ടും കൂടി ഒറ്റ ഗ്രൂപ്പ് ആക്കിയിട്ട് ഇങ്ങനെ എഴുതുന്നു. ദിസ് വിൽ ബി റിട്ടൺ ലൈക്ക് ദിസ്. ഇതിൽ ലോഗ് എക്സ് ടു ദ ബേസ് ഇ ദ ഹോൾ റേസ് ടു അപ്രോക്സിമേറ്റ്ലി രണ്ട് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ, ആൽഫ മൈനസ് ബീറ്റ എന്ന് എടുത്താൽ മതി. ബിക്കോസ് ദീസ് ടു ആർ ഈക്വൽ ഓർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ, ഒറ്റ ഒരെണ്ണം എടുത്താൽ മതി. അതിൽ തന്നെ നിങ്ങൾ എക്സിൻ്റെ എടുത്താൽ മതി, 1/x എടുക്കേണ്ട കാര്യം. ഇനി 1/x എടുത്താലും കുഴപ്പമില്ല. സോ വി ക്യാൻ ചൂസ് ഐദർ ദിസ് ഓർ ദാറ്റ്. ഇത് രണ്ടും അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ദിസ് വിൽ ബി ഈ രണ്ട് ആസ്പെക്റ്റിൻ്റെ അകത്ത് നമുക്ക് വരാൻ പോകുന്നത് ഈ കിടക്കുന്നത് 1 ആണ്, ഇത് ബൗണ്ടഡ് ആണ്, പിന്നെ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ സി അവർ എക്സ്പ്രഷൻ ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി സം കോൺസ്റ്റൻറ്റ് കെ, ഇത് ബൗണ്ടഡ് എന്നുള്ളതിൻ്റെ കെ ആണ്. ആൻഡ് ദിസ് ഷുഡ് ബി 1 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് ദ ഹോൾ റേസ് ടു ആൽഫ മൈനസ് ബീറ്റ ഓൾ ഡിവൈഡ് ബൈ എക്സ് റേസ് ടു ആൽഫ ബീറ്റ പ്ലസ് 2. ഇതാണ് കിട്ടുക. ഇതിൽ നമ്മുടെ ചോദ്യം ഇതിനെ 0 ആക്കുന്ന ആൽഫ ബീറ്റ എന്ന് കണ്ടുപിടിച്ചാൽ മതി. വേർ കെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, വേർ കെ ഇസ് എ റിയൽ നമ്പർ ബിലോങ്സ് ടു -1, ആസ് പെർ ദ വാല്യൂ ഫോർ സൈൻ എക്സ് ആയതുകൊണ്ട് ഇത് ബൗണ്ടഡ് ആണ്, റിയൽ നമ്പർ ആകുന്നത്. അപ്പോൾ ഈ നമ്പർ കെ എന്നിട്ട് ഇവിടെ മാത്രമാണ് നമുക്ക് 0 ആക്കേണ്ട വാല്യൂ കണ്ടുപിടിക്കണം, എങ്കിൽ നമുക്ക് ആൻസർ 0 ആയിക്കോളൂ. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് വേണ്ടത് ഇതൊരു മോർ ദാൻ 1 ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. 3-4 സെറ്റ് വാല്യൂസ് ഉണ്ട്. എസ്സിലെ കൺസിഡർ ചെയ്യുന്ന വാല്യൂസ് ആൽഫ ബീറ്റ ഇസ് ആൻ ഓർഡർ പെയർ ഇൻ എസ്. ഇത് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ -1, 3 ഉണ്ട്. ആസ് പെർ ദ ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ച് ആണ് ഞാനിത് പറയുന്നത് കേട്ടോ. അതുപോലെ -1, 1 ഉണ്ട്, 1 -1 ഉണ്ട്, ദെൻ 1 -1. ദിസ് ആർ ദ അക്സെപ്റ്റഡ് വാല്യൂ. ഇതിൽ ഏതൊക്കെ ശരിയാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ നോക്കുന്നത് ആദ്യം ഈ കേസാണ്, കേസ് 1 എ എന്നുള്ള കേസാണ്. ദാറ്റ് ഇസ് ആൽഫ ഈക്വൽ ടു -1 ആൻഡ് ബീറ്റ ഈക്വൽ 3. ഇത് 0 ആകുമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ. സോ ഇറ്റ് ഇസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്നെടുത്തിട്ട് ഇതിലെ ആൽഫയ്ക്ക് -1ഉം ബീറ്റയ്ക്ക് 4ഉം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ലോഗ് എക്സ് റേസ് ടു -4 ബൈ എക്സ്. ഇതുണ്ട് ഇവിടുത്തെ കിട്ടുന്നത് -1ഉം 2 കൂടി -3ഉം 2 കൂടി എക്സ് റേസ് ടു -1 വരും. ദിസ് ഇംപ്ലൈസ് ആറ്റ് ലിമിറ്റ് കെ ഉണ്ട് ഓൾറെഡി കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് ഡിവൈഡ് ബൈ ലോഗ് എക്സ് റേസ് ടു 4 എന്നാണ്. ഡെഫിനറ്റ്ലി ഇതൊരിക്കലും നമ്മൾ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള സീറിയലിട്ട് വരത്തില്ല. അതിൻ്റെ കാരണം വെച്ചാൽ നമുക്ക് 2 തവണ ഓരോ തവണ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇത് മനസ്സിലാവും. അല്ലെങ്കിൽ ലോപ്പിറ്റൽ റൂൾ ഉപയോഗിച്ചാൽ മതി. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് ഇൻഫിനിറ്റി ആണ്, ഇത് ഇൻഫിനിറ്റി എന്നുള്ളതുകൊണ്ട് ലോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക. ഞാൻ ഒരു സ്റ്റേജ് കാണിച്ചു തരാം. വെൻ യു അപ്ലൈയിങ് ലോപ്പിറ്റൽ റൂൾ ദിസ് വിൽ ബി ഗിവൺ ആസ് ഇൻ ദ ഫോം. ഇവിടെ ഒരു കെ ഉണ്ടെന്ന് ഓർത്തേക്കണേ. കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എടുത്തിട്ട് കെ ഇൻറ്റു 1 ആണ് മുകളിൽ കിട്ടുക. ഇവിടെ നമ്മൾ എടുത്താൽ 4 ഇൻറ്റു ലോഗ് എക്സ് ഹോൾ റേസ് ടു 3 ഇൻറ്റു 1/x എന്ന് വരും. സോ ഇറ്റ് റെഡ്യൂസിങ് ടു ദ ഫോം ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ദാറ്റ് കെ എക്സ് അഗെയിൻ ഡിവൈഡ് ബൈ 4 ലോഗ് എക്സ് ദ ഹോൾ ക്യൂബ് എന്ന് വരും. എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് പ്രൊസീഡഡ് ആവും. ഈ പ്രൊസീഡഡ് ആയിട്ട് ഒരു കാരണവശാലും നമുക്ക് എത്ര എടുത്താലും ഈ എക്സ് മുകളിൽ വരികയും ദാറ്റ് നെവർ ബിക്കംസ് ഫൈനിഷ്ഡ് എന്നുള്ള കണ്ടീഷനിൽ ഇൻഫിനിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ -1, 3 നമുക്ക് പറ്റുന്നതല്ല. ഇത് നമ്മൾ രണ്ടാമത്തെ എടുക്കുക അതേ കണ്ടീഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ മതി ആ പറയുന്ന ആൽഫ ബീറ്റയിൽ. സോ ആൽഫ എന്നുള്ളത് -1ഉം ബീറ്റ നമുക്ക് 1ഉം ആണെങ്കിൽ യു ക്യാൻ സി ദിസ് ഇസ് സെക്കൻഡ് കേസാണ്, കേസ് 2. കേസ് 2 ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി കെ ടൈംസ് ലോഗ് എക്സ് റേസ് ടു -2 ഡിവൈഡ് ബൈ എക്സ് എന്നാണ് വരിക. സോ ഹിയർ ദിസ് ഇസ് എ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി കെ ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇവിടെ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ താഴെ അതിൽ എക്സ് കിടക്കുക. നിങ്ങളിനി ലോപ്പിറ്റലൊന്നും ഉപയോഗിക്കേണ്ട, അല്ലാതെ തന്നെ ഇൻഫിനിറ്റി വിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ടെൻഡിങ് ടു 0 എന്നുള്ള ഒബ്വിയസ് ആണ്. സോ ദിസ് ടെൻഡിങ് ടു 0 തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ ആൽഫയ്ക്ക് -1ഉം 1ഉം കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സിവിലിട്ടും. ഇത് നിങ്ങൾ തിരിച്ചു വയ്ക്കും. മൂന്നാമത്തെ കേസ് നോക്കി ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ആൽഫയ്ക്ക് 1ഉം ബീറ്റ -1 2 കിട്ടും. താഴെ നമുക്ക് കിട്ടുന്നത് ഇതേപോലെ തന്നെ എക്സാ. സോ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ എക്സ് എന്നാണ് കിട്ടുന്നത്. സെക്കൻഡ് കേസ്, മൂന്നാമത്തെ കേസാണ്. മൂന്നാമത്തെ കേസ് ഞാനിവിടെ എഴുതി കാണിക്കാം. മൂന്നാമത്തെ നമ്മുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗീവ് യു ദ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി കെ ടൈംസ് ലോഗ് എക്സ് ദ ഹോൾ റേസ് ടു നോക്കിയാൽ 1 -1 2 ആണ് ഡിവൈഡ് ബൈ
എക്സ് എന്നാണ്. ഈ ഒരു കേസിന് നിങ്ങൾ ലോപ്പിറ്റൽ റൂൾ കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി നമുക്ക് എത്ര കിട്ടുന്നത് കെ ഇൻറ്റു 2 log x ഇൻറ്റു 1/x ഡിവൈഡഡ് ബൈ 1 എന്നാണ്. ഇപ്പോൾ log x ബൈ എക്സ് കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 2k ഇൻറ്റു log x ബൈ എക്സ് എന്നാണ്. ഇത് നമ്മൾ ഒന്നും കൂടി ചെയ്യുക. സോ ഇറ്റ് വിൽ ഗിവ് യു വാട്ട് എഗെയിൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോപ്പിറ്റൽ റൂൾ യൂസ് ചെയ്യാവുന്നതാണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ദാറ്റ് 2k ഇൻറ്റു 1/x ഡിവൈഡ് ബൈ 1 ആണ്. ഇപ്പോൾ നോക്കിയാൽ എല്ലാം പോയിട്ട് 1/x മാത്രം വരും. ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ടു 0 ഇറ്റ് ഈസ് ഓൾസോ ടെൻഡിങ് ടു 0, നോ ഡൗട്ട്. അപ്പോൾ രണ്ടാമത്തെ കേസും നമുക്ക് ഇതേപോലെ എടുക്കാം. എന്നാൽ 1 - 2 കൊടുത്താൽ ഇത് സംഭവിക്കുന്നില്ല. വീണ്ടും നിങ്ങൾക്കിത് കാണാൻ പറ്റും. സോ ദാറ്റ് ഓൾസോ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിലെ ഒരു ചോദ്യം നമുക്ക് ആദ്യം ഇതൊന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതിൽ 2 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരാനായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ഈ പറഞ്ഞ രണ്ടും log x-ഉം log 1+x-ഉം ഈ എക്സ്റ്റെൻഡിങ് ഇൻഫിനിറ്റി ഈസ് അപ്രോക്സിമറ്റ്ലി സെയിം ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഇത് രണ്ടിനെയും കൂടി ആൽഫ മൈനസ് ബീറ്റ എന്നുള്ള ഒരു കേസ് എടുക്കുകയും ഈ സൈൻ എക്സ് സ്ക്വയർ ടെൻഡിങ് ഇൻഫിനിറ്റി ബൗണ്ടഡ് നമ്പറാണ് കെ എന്ന് നമുക്ക് സിറ്റിയും ചെയ്താൽ ഈ സൈൻ 1/x² 0 പോകുന്നുണ്ട്. ഇവിടെ ഒരു 1/x² പണിയും കൂടി കൊടുത്താൽ മാത്രമേ ഇതിനെ നമുക്ക് 1 ആക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ മാറ്റുക. ഈ സൈൻ 1/x² നമുക്ക് 0 ഇട്ട് അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമുക്ക് ടോട്ടലി മാറ്റി 1 ആക്കിയെന്ന് ഇത് കെ എന്ന് കൊടുത്തു. പിന്നെ ഇത് 2 ആൽഫ പ്ലസ് ബീറ്റ വരുമ്പം റിസൾട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഫോർ ആൽഫ ബീറ്റ. ആൽഫ ബീറ്റയിൽ ഏതാണ് 0 ആകുന്നത് എന്ന് ചോദിച്ചാൽ മാത്രമേ നമുക്ക് എസ്സിലെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 0 ആകത്തിന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ 2 വാല്യൂ ഈ താഴത്തെ 2 വാല്യൂ കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് മൂവിങ് ടു ഇൻഫിനിറ്റി എന്നും ബി ആൻഡ് സി കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത് ഇറ്റ് ഈസ് കമ്മിങ് ടു 0 എന്ന് പോകാം. സോ 0 ആകുന്ന 2 വാല്യൂ സാറ്റിസ്ഫാക്ടറി ആക്കുന്നത് ബി ആൻഡ് സി ആണ്. സോ ദ കറക്റ്റ് ആൻസേഴ്സ് ആർ ബി ആൻഡ് സി. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇറ്റ്സ് ഓൾസോ നമുക്കൊരു ഇച്ചിരി ഡിഫിക്കൽറ്റി തോന്നിയ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നു. ഇത് നമ്മുടെ 3Dക്കകത്തൊരു ക്വസ്റ്റ്യനാണ്. 3Dയിലെ ചോദ്യം എന്ന് പറയുന്നത് ആക്ച്വലി ഇത് വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും. ഇതിൽ ആദ്യം എ സ്ട്രെയിറ്റ് ലൈൻ ഡ്രോൺ ഫ്രം എ പോയിന്റ് പി പാരലൽ ടു ദിസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പോയിട്ടുണ്ട്. ഇതിന് പാരലായിട്ട് ഈ പോയിന്റിൽ കൂടെ പോയ ലൈനാണ് പറയുന്നത്. നമ്മൾ ഈ പോയിന്റ് പി 1, 3, 2 ആണ്. ഈ ലൈൻ നമുക്ക് x-2/1 ഈസ് ഈക്വൽ ടു y-4/2 ഈസ് ഈക്വൽ ടു z-6/1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എടുക്കുന്നത് ഞാൻ തൽക്കാലം പേര് L എന്ന് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് L എന്ന് കൊടുക്കും. ദിസ് ഇസ് ലൈൻ L. സോ ലൈൻ ഇക്വേഷൻ ഓഫ് L എന്ന് പറയുന്നത് പോയിന്റ് ഇതും ഡയറക്ഷൻ റേഷ്യോ ഇതുമാണ്. സോ ഇറ്റ് ഇസ് x-1 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു y-3 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു z-2 ഡിവൈഡ് ബൈ 1. നോക്കി നമ്മുടെ ഈ ലൈനിൻ്റെ രണ്ടാമത്തെ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോയും എടുക്കണം. ഈ പോയിന്റിൽ കൂടെ കടത്തി വിടുമ്പോൾ ദിസ് ഇസ് ഈക്വേഷൻ. അപ്പോൾ ഇങ്ങനെ ലൈനിൽ കിടക്കുന്ന പോയിന്റ് ഈ പറയുന്ന പ്ലെയിനിൽ അല്ലെങ്കിൽ ഈ പ്ലെയിനെ പോയി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, അതായത് ഇത് ഇവിടുത്തെ ഒരു ഇതേ പോയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ L1 കൊടുത്തുകൊണ്ട് ലൈൻ നോക്കേണ്ടത് നിങ്ങൾ. ഇത് L1 ആണ്. ഇതാണ് ആ പ്ലെയിൻ. ഈ പോയിന്റിനെയാണ് അവർ വിളിക്കുന്നത് Q. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഇതിന് നിങ്ങളൊരു ലാംഡ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ക്യൂവിൻ്റെ കോർഡിനേറ്റ് എടുക്കും. ഇത് സിംപ്ലൈസ് ആയിട്ട് Q റഫേഴ്സ് എന്ത് ലാംഡ പ്ലസ് 1 ഇതിങ്ങനെ എടുത്തു. Q റെഫർ ചെയ്യുന്നതാണ് ഇവിടുന്ന് ലാംഡ പ്ലസ് 1. അടുത്തത് 2 ലാംഡ പ്ലസ് 3 ദെൻ ലാംഡ പ്ലസ് 2. ഇതാണ് Q. അതായത് എനി പോയിന്റ് ഓൺ ദ ലൈൻ ദിസ് ഈ ഡയറക്ഷനിൽ പോകുന്ന ലൈനിലുള്ള എനി പോയിൻ്റാണിത്. ഇത് ഈ പ്ലെയിനിലാണ് അഥവാ ഈ പ്ലെയിനിലാണെന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ലാംഡ പെർഫെക്റ്റ്ലി ഒബ്സർവിങ് ഫ്രം ദിസ് എന്ന് പറയുന്നത് എന്താ? വി ക്യാൻ പുട്ട് ദിസ് പോയിന്റ് ഇൻ ഹിയർ. ദെർഫോർ Q in x-y പ്ലസ് 3z is 6 ആണെങ്കിൽ വി ക്യാൻ ജസ്റ്റ് റീപ്ലേസ് ദാറ്റ് വാല്യൂ. ഇപ്പോൾ എന്താ കിട്ടുന്നത്? സോ ഇറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് 1 മൈനസ് 2 ലാംഡ പ്ലസ് 3 പ്ലസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 6. ഇതിന് എക്സ്പാൻഡ് ചെയ്ത ലാംഡ കിട്ടും. സോ ലാംഡ പ്ലസ് 1 മൈനസ് 2 ലാംഡ മൈനസ് 3 പ്ലസ് 3 ലാംഡ പ്ലസ് 6 ഈസ് ഈക്വൽ ടു 6 ആണ്. ആദ്യം 6 പോയി. ഇവിടെ ലാംഡയും ഇതും കൂടി 4 ലാംഡ മൈനസ് 2. സോ 2 ലാംഡ മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ലാംഡ ഈക്വൽ ടു 1. ഈ ലാംഡ 1 ആണെങ്കിൽ ക്യൂവിൻ്റെ കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? സോ Q ബിക്കംസ് ലാംഡ 1 ആണ് 2, 5 ആൻഡ് 3 ആണ്. സോ 2, 5, 3 ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് 2, 5, 3 ഇനി നമുക്ക് ഓപ്ഷൻ വേണമെങ്കിൽ PQ കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അതിന് മുമ്പ് പിന്നെ അവർ പറഞ്ഞ ബാക്കി കാര്യം കൂടി എടുത്തിട്ട് നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം. സോ Q is 2, 5, 3 എന്നാണ്. അത് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തത് അനദർ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് പാസസ് ത്രൂ Q. അപ്പോൾ ഈ ക്യൂയിലൂടെ സ്ട്രെയിറ്റ് ലൈൻ പാസസ് ചെയ്യുന്നുണ്ട് പെർപെൻഡിക്കുലർ L1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ L1 പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് ഇവിടെ ആ ബേസിക് കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പറയുന്ന ഒരു പ്ലെയിൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ട
ഇതിങ്ങനെ പ്ലെയിനാണ്. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമലിനാണ്. അപ്പം പ്ലെയിൻ്റെ ഇക്വേഷൻ AX പ്ലസ് BY പ്ലസ് C Z ഈക്വൽ D ആണെങ്കിൽ നോർമലിൻ്റെ ഇക്വേഷൻ A B C എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന നോർമലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പ്ലെയിൻ്റെ നോർമൽ എന്ന് പറഞ്ഞാൽ 1 -1 3 ആണ്. ഈ നോർമലിൽ കൂടെ പോകുന്ന നമ്മുടെ ആ പോയിൻ്റ്, ഈ പോയിൻ്റ് ഇതാണ് അവരുടെ രണ്ടാമത്തെ ഇത് പറയുന്നത്. സോ അനദർ സ്ട്രേറ്റ് ലൈൻ വിച്ച് പാസസ് ത്രൂ Q പെർപെൻഡിക്കുലർ L1 ഇൻ്റർസെക്റ്റ് ഓൺ ദിസ് വൺ. അപ്പോൾ ഇത് വെച്ചിട്ട് വീണ്ടും ഒരു ലൈൻ എഴുതണം. ഞാൻ അതിനാണ് RQ. സോ ഇക്വേഷൻ ഓഫ് RQ നോക്കി, ഇക്വേഷൻ ഓഫ് RQ എന്ന് പറയുന്നത് എങ്ങനെ വരും? x - 2 ഡിവൈഡ് ബൈ ഈ കിടക്കുന്ന 1 ഈസ് ഈക്വൽ ടു y - 5 ഡിവൈഡ് ബൈ -1 ഈസ് ഈക്വൽ ടു z - 3 ഡിവൈഡ് ബൈ 3. ഇതിനെ നിങ്ങൾക്ക് വീണ്ടും ഒരു മ്യൂ എന്ന് പിടിക്കുക. കണ്ടോ, ഈ RQ നമുക്ക് R കണ്ടുപിടിക്കാൻ വേണ്ടി. സോ വാട്ട് ഇസ് എ കോർഡിനേറ്റ് ഓഫ് R? കോർഡിനേറ്റ് ഓഫ് R പറയുന്നത് ഇതനുസരിച്ച് ആറിൻ്റെ കോർഡിനേറ്റ് നോക്കുകയാണെങ്കിൽ ക്യാൻ മ്യൂ പ്ലസ് 2, അതുപോലെ -μ പ്ലസ് 5 ആൻഡ് 3μ പ്ലസ് 3 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോയിൻ്റ് നമ്മുടെ രണ്ടാമത്തെ പ്ലെയിനിലാണ്. 2x - y പ്ലസ് z -4ലാണ്. 2x - y പ്ലസ് z ഈക്വൽ -4ലാണ്. ഇതിലിട്ടത് കൊടുത്താൽ 2μ പ്ലസ് 4 മൈനസ് പ്ലസ് മ്യൂ -5 പ്ലസ് 3μ പ്ലസ് 3 ഈസ് ഈക്വൽ -4. നമ്മൾ ആ മ്യൂ കണ്ടുപിടിച്ചാൽ പി കിട്ടും. ദഫോർ 6μ അതുപോലെ പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് മ്യൂ ഈസ് ഈക്വൽ -1. മ്യൂ -1 ആണെങ്കിൽ വാട്ട്സ് എ കോർഡിനേറ്റ് R? R ഈസ് ഈക്വൽ ടു 1 6 0. ദിസ് ഈസ് ദ പോയിൻറ്റ്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കി. യു ഹാവ് ദിസ് 3 R കിട്ടി, P തന്നിട്ടുണ്ട്. സോ അവർ P ഈസ് ഈക്വൽ ടു 1 3 2. Q നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു ഇനിഷ്യലി 2 5 3. നമുക്ക് R ഇപ്പോൾ കിട്ടിയായിരുന്നു ഈക്വൽ ടു 1 6 0. നമ്മുടെ ഒരു ഓപ്ഷൻ കോർഡിനേറ്റ് ഓഫ് R ഇസ് 1 6 3 ആണ്. തെറ്റാ, ഇത് തെറ്റാ, ബി തെറ്റാ. പിന്നെ PQൻ്റെ ലെങ്താണ്. വാട്ട് ഇസ് PQ? ലെങ്ത് ഓഫ് PQ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 - 2 the whole square 1 പ്ലസ് 3 - 5 the whole square 4 പ്ലസ് 2 - 1 the whole square 1 റൂട്ട് 6 ആണ്. സോ ദാറ്റ്സ് എ സിമ്പിൾ തിങ്. എ കറക്റ്റാണ്. ഇനി വേണ്ടത് സെൻറ്റേർഡ് ഓഫ് ട്രയാങ്കിൾ PQR. സെൻറ്റേർഡ് ഓഫ് ട്രയാങ്കിൾ PQR എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ ഹാഫാണ്. സെൻറ്റേർഡ് ഓഫ് PQR കാണാനായിട്ട് ചോദിച്ചാൽ ദാറ്റ്സ് ഈക്വൽ 1 + 4 + ദിസ് ദാറ്റ്സ് ഈക്വൽ 4/3. ദെൻ 3 + 5 8 + 6 14/3 ആൻഡ് 5/3. ദിസ് ഇസ് എ സെൻട്രോയിഡ്. ഇറ്റ്സ് എക്സാക്ട്ലി ഗിവൺ ദ സെയിം. അപ്പം 4/3 14/3 ആൻഡ് 5/3 ഇസ് ദ സെൻറ്റർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സെൻട്രോയിഡ് കറക്റ്റാണ്, സിയും കറക്റ്റാണ്. സോ യു ക്യാൻ സീ ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ ഫോർ ഇറ്റ്. സി കറക്റ്റാണ്. ഇനി പെരിമീറ്റർ ത്രൂ ദാറ്റ്. അപ്പോൾ അതിന് PQ കാണുക. PQ നമുക്ക് 6 കിട്ടിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് QR ആണ്. വാട്ട് ഇസ് QR? QR എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 + 1 + 9 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 11 ആണ്. അതുപോലെ PR കൂടി കാണണം. വാട്ട് ഇസ് PR? PR ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് രണ്ടും കൂടി 0 + 9 + 4 ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 13 ആണ്. അത് തന്നിട്ടില്ല. അപ്പോൾ ഇതിൽ അവസാനത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇത് തെറ്റാണ്. സോ B ആൻഡ് C are true. ഇതിൻ്റെ ലെവൽ നോക്കിയാൽ എന്താ, നമ്മളെ സംബന്ധിച്ച് രണ്ട് ഇക്വേഷൻ, അതായത് ഒരു ജനറൽ പോയിന്റ് കണ്ടുപിടിച്ച് പ്ലെയിനെ കൊടുത്തിട്ട് സോൾവ് ചെയ്താൽ ഒരു P കിട്ടി. എന്നിട്ട് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് വീണ്ടും രണ്ടാമത്തെ പോയിന്റ് കിട്ടി. ഈ രണ്ട് പോയിന്റ് കണ്ടുപിടിച്ചതേ ഉള്ളൂ. ബാക്കി അതിൻ്റെ ഡിസ്റ്റൻസ്, സെൻട്രോയിഡ്, പെരിമീറ്റർ ഇതൊക്കെ കാണാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതും ഒരു JEE മെയിൻ സ്റ്റാൻഡേർഡിന് അപ്പുറത്തോട്ട് വലിയൊരു ചോദ്യമായിട്ട് കാണണ്ട. സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അഡ്വാൻസിൽ ചോദിച്ചേക്കുന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7ൽ A1 B1 C1 be the 3 points in XY plane. Suppose that the line A1 C1 and B1 C1 are tangent to the curve y square equal to 8x. A1 and at A1 and B1 respectively. O 0 0 ആണ്, C1 -4 0 ആണ്. Then which of the following statements are true? ഇവിടെ മോർ ദാൻ വൺ ഓപ്ഷൻ ആണ്. ലെങ്ത് ഓഫ് ദി ലൈൻ OA1 ഉണ്ട്, ലെങ്ത് ഓഫ് ലൈൻ സെഗ്മെൻറ്റ് A1 B1 ഉണ്ട്, ഓർത്തോ സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ A1 B1 C1 രണ്ടിടത്തുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒന്നേ ഉള്ളൂ. അപ്പോൾ മൂന്നെണ്ണത്തിൽ നമുക്ക് നിർത്താവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ y സ്ക്വയർ ഇസിക്കൽ 4ax എന്ന് പറയുന്ന പരാബോളയെ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് അവർ പരാബോള.
y² = 4a, 8x. സോ y² = 8x എന്നുള്ള പരാബോളയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വെർട്ടെക്സ് ആണ് 0, 0 ആയിട്ട് കിടക്കുക. ഫോക്കസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും 2, 0 ആണ്. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. പക്ഷേ -4, 0 ഇങ്ങനെ മാറിക്കിടപ്പുണ്ട്. ഇത് -4, 0 എന്ന് പറയുന്ന പോയിന്റ് C1 ആണ്. C1 be a point -1, 4, 0. ഇവിടുന്ന് 2 ടാൻജൻറ്റ് വരച്ചാൽ യു ക്യാൻ സി ദിസ് ഇസ് ആക്സിസ്. അപ്പോൾ ടാൻജൻറ്റ് എപ്പോഴും സിമെട്രിക്കലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പോരുള്ളൂ, അതേപോലെ തന്നെ ഇങ്ങനെയും വരും. അപ്പോൾ ഇത് A1 ആണ്, ഇത് B1 ആണ്. അപ്പോൾ ഈ ലൈനെയാണ് നമ്മൾ A1 B1 എന്ന് വിളിച്ചത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ -4 A1ൻ്റെ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ആണ് A1 B1. സോ വി ക്യാൻ സി A1 B1 ഇസ് കോഡ് ഓഫ് കോണ്ടാക്റ്റ്. സോ കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? y1 = നമ്മുടെ 2a × x + x1 എന്ന് പറയുന്ന ഇക്വേഷനാണ് കോഡ് ഓഫ് കോണ്ടാക്റ്റിലുള്ളത്, അല്ലേ? നമ്മൾ T1 = 0 എന്നുള്ള ഫോമാണ്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ y1 = 4 × x + x1 ആണ്. പക്ഷേ ഇതിലെ x1 ഉം y1 നമ്മുടെ -4, 0 ആണ്. സോ y × 0 = 4 × x - 4 = 0 ഇംപ്ലൈസ് ആയിട്ട് x = 4 ആണ് ഇതിൻ്റെ ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഇനി അങ്ങോട്ട് x = 4 ആണ്. അപ്പോൾ x 4 ആണെങ്കിൽ അന്നേരം ഈ പോയിന്റ് എടുക്കാം. എന്ത് ചെയ്താൽ മതി? എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ y² = നമ്മുടെ 32 എന്ന് കിട്ടുന്നുണ്ട്. എക്സിന് 4 കൊടുത്തതാണ്. സോ വാട്ട് ഇസ് y നമുക്ക് എന്താ? y നമുക്ക് 16 × 2 ആണ്, 4 കിട്ടും. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് A1ൻ്റെ കോർഡിനേറ്റ് 4, 4√2 ആണെങ്കിൽ B1ൻ്റെ കോർഡിനേറ്റ് 4, -4√2 ആണ്. ഇതിൽ നിങ്ങൾക്ക് A1 B1ൻ്റെ ഡിസ്റ്റൻസ് നോക്കി. വാട്ട് ഇസ് A1 B1? A1 B1 എന്ന് പറയുന്നത് നമുക്ക് 8√2 ആണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്, ബി തെറ്റാണ്. A1 B1 16 വളരെ ക്വിക്കായിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കോഡ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് A1 B1നെ കാണാൻ പറ്റും. എന്ന് തന്നെയല്ല, അത് സോൾവ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് കിട്ടി. പിന്നെ നമുക്ക് വേണ്ടത് ലെങ്ത് ഓഫ് A1 ആണ്. ഈ ഓയുടെ കോർഡിനേറ്റ് അറിയാം, ഇത് 0, 0 ആണ്. സോ OA1 എന്ന് പറയുന്നത് √ നോക്കി ഇത് രണ്ടിൻ്റെയും കൂടി 4² + 4² × 2 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 48 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6, 4√3 ആണ്. അത് തന്നിട്ടുണ്ട്. അപ്പോൾ A കറക്റ്റാണ്. സോ ദാറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. അപ്പോൾ ഇവിടുത്തെ 2 കാര്യങ്ങൾ നമ്മുടെ ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസിനെ എടുക്കാൻ പറ്റി. ഈ ഡിസ്റ്റൻസ് നമ്മളെ സംബന്ധിച്ച് എത്രയാണ്? 4√3 എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സിമെട്രിക് ആയിട്ട് എടുക്കുന്ന ട്രയാങ്കിളാണ്. ഇനിയിപ്പോൾ ഉള്ളൊരു പ്രത്യേകത, ഇതിൻ്റെ പെർപെൻഡിക്കുലറിൻ്റെ ഇൻ്റർസെക്ഷനാണ് നമുക്ക് പറയേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ A1 B1 ഓർത്തോ സെൻറ്റർ ആണെന്നാണ്. ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ ലൈൻ 90 ഡിഗ്രിയാണ് ഇതിന് വരുന്നതെങ്കിൽ ഇത് ഓർത്തോ സെൻറ്റർ ആണ്. വേറെ നോക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അപ്പോൾ ഓർത്തോ സെൻറ്റർ ആണെന്നൊക്കെ വളരെ ക്വിക്കായിട്ട് തന്നെ ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുക. ഈ OAയുടെ സ്ലോപ്പ് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുക. ഈ സ്ലോപ്പ് എടുത്ത് പ്രോഡക്റ്റ് -1 ആണെങ്കിൽ ഇത് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇതും പെർപെൻഡിക്കുലറാണ്. സോ ദേ ആർ ഇൻ്റർസെക്റ്റിംഗ് അറ്റ് ദർ. അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പമായൊരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. നമുക്ക് നോക്കി എയുടെ കോർഡിനേറ്റ് 4, 4√2 ആണ്. Oയുടെ കോർഡിനേറ്റ് നമ്മുടെ 0, 0 ആണെങ്കിൽ സ്ലോപ്പ് M ഓഫ് OA1 എന്ന് പറയുന്നത് 4√2 / 4 ആണ്, √2 ആണ്. ഇതുപോലെ C1ൻ്റെ കോർഡിനേറ്റ് -4, 0യും B1ൻ്റെ കോർഡിനേറ്റ് നമുക്ക് 4, -4√2 ആണ്. ഇതുമാണ്. ഇവിടെ നമ്മൾ നോക്കുക. ഇവിടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെയാണ്. സ്ലോപ്പ് M ഓഫ് B1 C1 ഈസ് ഈക്വൽ ടു 0 -4√2 / -4 എന്നാണ്. സോ ദിസ് ഈസ് ഈക്വൽ 4√2 / -8 ആണ്. സോ 12 ഗീവ് വാട്ട്? -1/√2. ഇതേ കഴിഞ്ഞു. അപ്പോൾ ഈ BCയുടെ സ്ലോപ്പ്, അതായത് സ്ലോപ്പ് MBC, സോ വി ക്യാൻ സി സ്ലോപ്പ് ഓഫ് C1 B1 എന്ന് പറഞ്ഞാൽ -1/√2 ആണ്. അതുപോലെ സ്ലോപ്പ് ഓഫ് MOA1 എന്ന് പറഞ്ഞാൽ അത് √2 ആണ്. സോ ദിസ് ആർ പെർപെൻഡിക്കുലർ. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഈ വരച്ചിരിക്കുന്ന ലൈന് ഇതിന് പെർപെൻഡിക്കുലറാണ്. ദാറ്റ്സ് ആൻ ആൾട്ടിറ്റ്യൂഡ്. ആൻഡ് ഒബ്വിയസ്ലി വി ക്യാൻ സോ ഇത് സിമെട്രിക് ആൻഡ് ഇതും പെർപെൻഡിക്കുലറാണ്. സോ ദ പെർപെൻഡിക്കുലർ ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് ഒറിജിൻ. അതാണ് വെർട്ടെക്സ്, അല്ലെങ്കിൽ ഓർത്തോ സെൻറ്റർ. സോ ദ ഓർത്തോ സെൻറ്റർ ഇസ് 0, 0. അതല്ലെങ്കിൽ നമുക്ക് ഇത് ലെങ്തി ആയിട്ട് പോകും കേട്ടോ. ഇത് ഓർത്തോ സെൻറ്ററാന്ന് കിട്ടി ഈസിയറായിട്ട്. എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ദിസ് ഇക്വേഷൻ y = 0. അപ്പോൾ ഇതും ഈ ഒരു പോയിന്റ് കൂടി ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ചിട്ട് സ്ലോപ്പ് എടുത്തിട്ട് ഇതിൻ്റെ എങ്ങനെയുള്ള നമുക്ക് അതിനെ എടുക്കാൻ പറ്റും. ഐ തിങ്ക് ദാറ്റ് ദിസ് ഇസ് എ വെരി സിമ്പിൾ ടെക്നിക് ടു ഫൈൻഡ് വെദർ ഇറ്റ് ഇസ് എ കറക്റ്റ് ഓർ നോട്ട്. ഓക്കെ.
സോ ദിസ് ഇസ് ഓർത്തോ സെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന മാർഗ്ഗം ഇത് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഈ സ്ലോപ്പ് എടുത്തിട്ട് ഇതാണോ നോക്കുക. സോ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഷുഡ് ബി പെർപെൻഡിക്കുലർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾസോ എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നൗ this is also a very simple question. You know, if you know the functional equations എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ, നമ്മുടെ ബുക്കുകളിലെല്ലാം ഇത് പറയുന്നുള്ളതാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഇൻപുട്ടുകൾ കൊണ്ട് ഉണ്ടാകുന്ന സമ്മ് ഇതിൻ്റെ അത് ബേസിക് സമ്മുമായിട്ട് നിൽക്കുക. ഇതെപ്പോഴും ലീനിയർ ആയിരിക്കും. കാരണം വെച്ചാൽ ഇതിൻ്റെ എക്സിൻ്റെ ഈ വൈയുടെയും ഡിഗ്രി തന്നെ കൊടുക്കണം, എക്സ് പ്ലസ് വൈ കൊടുത്താൽ. അപ്പോൾ ദാറ്റ് ഷുഡ് ബി ലീനിയർ. പക്ഷേ ഒരു കാര്യമുണ്ട്, ലീനിയർ എ എക്സ് പ്ലസ് ബി ആണെന്ന് വെച്ചാൽ അതല്ല. എക്സ് പ്ലസ് ബി വരുമ്പോൾ എന്താ കുഴപ്പം, ഇവിടുത്തെ ഒരു ബി റിപ്പീറ്റഡ് ആവും രണ്ടടുത്ത്, അപ്പോൾ ഇവിടുത്തെ 2b ആയിട്ട് അൺബാലൻസ്ഡാണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദിസ് ഇസ് ലീനിയർ ബട്ട് എക്സ്പ്രഷൻ ഇസ് ഇൻ ദ ഫോം എഫ് ഓഫ് എക്സ് ഇസിക്കലി എ എക്സ്. എനിക്ക് എഫ് ഓഫ് എക്സ് എ എക്സ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയാൽ നമ്മളെ സംബന്ധിച്ച് ഈസിയറായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പണിയാണ്. പലയിടത്തും നമുക്കിത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എത്ര, വാട്ട് ഇസ് എഫ് ഓഫ് വൈ? എഫ് ഓഫ് വൈ നമുക്ക് എ വൈ എന്ന് പറയാൻ പറ്റും. ദെൻ വാട്ട് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എ ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ തന്നെയാണ്. കണ്ടോ, അപ്പോൾ ഇത് സാറ്റിസ്ഫാക്ടറി ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസിക്കൽ എ എക്സ് ആണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷനാണിത്. ലുക്ക് ദിസ്, എഫ് ഓഫ് -3/5 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ, ആ എ ഇൻറ്റു -3/5 ഈസ് ഈക്വൽ ടു 12 എന്നാണ് അല്ലേ. എക്സിൻ്റെ വാല്യൂ കൊടുക്കുക ചെയ്തേ, അത് നമുക്ക് എത്ര കിട്ടുന്നത്? സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എ ഈസ് ഈക്വൽ ടു -20 എന്ന് കിട്ടും. ഡെഫർ എഫ് ഓഫ് എക്സ് എത്രയാണ്? എഫ് ഓഫ് എക്സ് നമുക്ക് -20x ആണ്. ഇതാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വളരെ കൂളായിട്ട് നോക്കി -3/5 12 എന്ന് വരുമ്പോൾ ഇത് നമുക്ക് 4 കട്ടായി പോകും. എ ഇൻറ്റു എക്സ് അവിടെയാണ് -4 വരിക, ഗുണിച്ചാൽ 20 കിട്ടും. സോ ദിസ് ഇസ് അവർ എഫ് ഓഫ് എക്സ്. വേണ്ടത് എഫ് ഓഫ് 1/4 ആണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് 1/4 ഈസ് ഈക്വൽ ടു -5. ഇതിനെ നമുക്ക് -5 എന്ന് എടുക്കാൻ പറ്റും. ഈ നമ്പർ -5 ആണ്. ഇതാണ് അതിൻ്റെ അകത്തൊരു കാര്യം. അപ്പോൾ ഒന്നാമത്തെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഓർക്കേണ്ടത് രണ്ടാമത്തെ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കിയാൽ അത് നിങ്ങൾക്ക് ഈസിയായിട്ട് പറയാമല്ലോ. ജി ഓഫ് എക്സ് പ്ലസ് വൈ, ജി ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? യുനോ ദിസ് പ്രോഡക്റ്റ് സമ്മ, ദിസ് ഇസ് അവർ ഫേമസ് ഇൻഡെക്സ് റൂൾ. എ റേസ് ടു എക്സ് പ്ലസ് വൈ ഉണ്ടോ, എ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു വൈ ആണ്. അപ്പോൾ ഈ ഐഡിയ ഉള്ളവർക്ക് ഇതിൻ്റെ ഇക്വേഷണൽ ഫോം എടുക്കാം. വാട്ട് ഇസ് ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് ഇസ് ഇൻ ദ ഫോം എ റേസ് ടു എക്സ്. അപ്പോൾ ഇതിൽ ജി ഓഫ് വൈ നമുക്ക് എ റെസ്റ്റ് വൈ ആണ്, ജി ഓഫ് എക്സ് പ്ലസ് വൈ ഇതുമാണ്. സോ ദിസ് ഇസ് ദ ഫങ്ഷണൽ ഫോം ഓഫ് ദാറ്റ് എക്സ്പ്രഷൻ. ഇനി ഇതിൻ്റെ എക്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള പണിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ജി ഓഫ് -1/3 എന്ന് പറഞ്ഞാൽ 2 ആണ് എങ്കിൽ വി ക്യാൻ സി എ റെസ്റ്റ് ടു -1/3 നമുക്ക് 2 എന്ന് കിട്ടും. സോ വാട്ട് ഇസ് എ ഇസ് 1/8 ആണ്. കണ്ടോ, എ 1/8 ആണ് എങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ ജി ഓഫ് എക്സ് എത്രയാണ്? വാട്ട് ഇസ് ജി ഓഫ് എക്സ്? സോ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/8 റേസ് ടു എക്സ് അഥവാ 2 റേസ് ടു -3x എന്ന് വരും. ഇതാണ് നമുക്ക് വേണ്ടത്. എന്താ, വാട്ട് ഇസ് അവർ റിക്വയർമെൻറ്റ്? അവർ റിക്വയർമെൻറ്റ് വാട്ട് ഇസ് ജി ഓഫ് -2. സോ ജി ഓഫ് -2 എന്ന് പറയുന്നത് എനിക്ക് ജി ഓഫ് -2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 2 റേസ് ടു 6 എന്ന് കിട്ടി. അത് 64 ആണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇതേപോലെ ജി ഓഫ് 0യോ, ജി ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ അത് 1 ആൻഡ് ജി ഓഫ് 0 = 1. അതും അതിൻ്റെ തുള്ളത് കൊണ്ടാണ് ജി ഓഫ് 0 = 1. ഇത്രയും വാല്യൂസ് മതി നമ്മുടെ ആൻസർ എടുക്കാൻ, വേറെ ഒന്നും വേണ്ട. ലൈക്ക് എഫ് ഓഫ് 1/4 നമ്മുടെ -5 ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ -5 പ്ലസ് ജി ഓഫ് -2 നമുക്ക് 64 ആണ്. -8 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്താൽ ഇൻറ്റു 1 ആണ്. സോ ഇറ്റ് ഈസ് വാട്ട് 64 - 13 ദാറ്റ്സ് 51. കഴിഞ്ഞു. ഇത് വേറെ ഒന്നും ചെയ്യാനിട്ടില്ല. അപ്പോൾ രണ്ട് ഫങ്ഷണൽ ഇക്വേഷൻ്റെ റൂള് നമുക്ക് അറിയാമെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ ആണെന്ന് അറിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ലീനിയർ ആണ്. ആ ലീനിയറിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോം എ എക്സ് ആണ്. ബിക്കോസ് ദർ ഇസ് നോ കോൺസ്റ്റന്റ് ബി ഇൻസൈഡ്. ആ എ കണ്ടുപിടിക്കാൻ നമുക്ക് തന്ന കണ്ടീഷൻ കൊടുത്താൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഇറ്റ്. വേറെ ഒരു പണി നിങ്ങൾ ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചോദ്യമാണിത്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 9. എ ബാഗ് കണ്ടെയ്ൻസ്, ഇച്ചിരി കൺഫ്യൂഷൻ കൊടുത്തേക്കാവുന്നൊരു ചോദ്യമാണ്. എ ബാഗ് കണ്ടെയ്ൻ n balls, out of which 3 balls are white and 6 balls are green and the remaining balls are blue. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ബോക്സിനെ ഇങ്ങനെ കരുതിയേക്കാം. ബോക്സിൻ്റെ അകത്ത് 3 balls are white and 6 balls are green and n-9 balls are blue. ഇതാണ്. സോ ബോക്സ് റെഡിയാണ്. ഇത് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. 1 after വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എടുത്താൽ പിന്നെ തിരിച്ചു വെച്ചിട്ടില്ല. ദാറ്റ്സ് ഗുഡ്. ആൻഡ് ഫോർ i = 1 2 3 എന്ന് പറഞ്ഞിട്ട് WI GI BI ഇത് നമ്മൾ കൺഫ്യൂസ് ചെയ്യും. I 1 2 3 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ W1
അല്ലെ W3 എന്നൊക്കെ പറയുന്നത് ഡിനോട്ട് ദ ഇവൻ ദാറ്റ് ബോൾ ഡ്രോൺ അറ്റ് ith ഡ്രോ ഈസ് വൈറ്റ് എന്ന് പറഞ്ഞാൽ W1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഡ്രോ വൈറ്റ് ആയിരിക്കണം, W3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഡ്രോ വൈറ്റ് ആയിരിക്കണം, G1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഗ്രീൻ ആയിരിക്കണം, രണ്ടാമത്തത് G2 ആണ് രണ്ടാമത്തെ സെലക്ഷൻ നമുക്ക് ഗ്രീൻ ആയിരിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സഫിക്സ് വെച്ചാൽ എത്രാമത്തെ തവണ കിട്ടുമെന്ന് വെച്ചാൽ കറക്റ്റ് കഴിഞ്ഞു, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ അത് പോട്ടെ. അപ്പോൾ ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണമാണ്. ഒന്ന് W1 ഒന്നാമത്തെ വൈറ്റും രണ്ടാമത്തെ ഗ്രീനും മൂന്നാമത്തെ ബ്ലൂവും ആകത്തക്ക വിധമുള്ള ഇൻ്റർസെക്ഷൻ്റെ ആൻസർ 2/5n എന്ന് പറയുന്നുണ്ട്. അവിടെ കിടക്കട്ടെ. ഇവിടെ നമുക്ക് കിട്ടുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ തുടങ്ങാൻ. വാട്ട് ഇസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? പി ഓഫ് എ ഗിവൺ ബി. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ്. ഇതാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പി ഓഫ് B3 ഗിവൺ W1 ഇൻ്റർസെക്ഷൻ G2 എന്നൊക്കെയാണ്. ഈ സഫിക്സ് തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമല്ല. ഇത് വെച്ച് ചെയ്താൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് B3 ഇൻ്റർസെക്ഷൻ W1 ഇൻ്റർസെക്ഷൻ G2 ഡിവൈഡ് ബൈ പി ഓഫ് W1 ഇൻ്റർസെക്ഷൻ G2 എന്നാണ്. ഇതാണ് വരുന്നത്. ഇതിൻ്റെ ഉത്തരം നമുക്ക് എത്ര പറയുന്നുണ്ട്? 2/9 എന്നാണ്. സോ വി ക്യാൻ റീപ്ലേസ് ദിസ് ആസ് 2/9. അങ്ങനെ വന്നാൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. സോ പി ഓഫ് ഇതിനെ നമുക്ക് ഓർഡറിൽ എഴുതാം കേട്ടോ. പി ഓഫ് ആദ്യം W1 ഇൻ്റർസെക്ഷൻ G2 ഇൻ്റർസെക്ഷൻ B3 ഈസ് ഈക്വൽ ടു 2/9 ഇൻറ്റു പി ഓഫ് W1 ഇൻ്റർസെക്ഷൻ G2. നമ്മുടെ ചോദ്യം വാട്ട് ഇസ് ദ വാല്യൂ ഫോർ n എന്നാണ്. ഇതുവരെ പറഞ്ഞേക്കുന്നത് 2/5n എന്നാണ്. സോ 2/5n ഈസ് ഈക്വൽ ടു 2/9 ഇൻറ്റു. ഇതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ഒന്നാമത്തേനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, രണ്ടാമത്തത്. ആദ്യം എടുക്കുന്ന വൈറ്റ് ആകാനായിട്ട് ഈ ബോക്സിൽ നിന്ന് 3 വൈറ്റ് ഉണ്ട് ആകെ. സോ 3 ഔട്ട് ഓഫ് n എന്ന് തന്നെ എടുക്കണം. ആകെ n ബോളും കിടപ്പുണ്ടായിരുന്നു, മാറിയിട്ടില്ലല്ലോ. അപ്പോൾ 3/n എന്ന് പറയുന്നതാണ് PW. ഇൻറ്റു ഇട്ടിട്ട് രണ്ടാമത്തത് എത്രയാണ്? ഗ്രീൻ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീനിൽ നിന്ന് രണ്ടാമത്തെ എടുക്കുന്നതിൽ 6 ഔട്ടറിലുണ്ട്. പക്ഷേ ഒരു ബോൾ എടുത്തതുകൊണ്ട് n-1 ആണ് വരിക. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദെൻ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ വാല്യൂ ഫോർ n എന്നാണ് ചോദ്യം, വേറെ ഒന്നുമില്ല. സോ ആഫ്റ്റർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് പെർഫെക്റ്റ്ലി യു ആർ ഇൻ ദ ടിപ്പ് പോയിന്റ് ഓഫ് ദം. നോക്കി, ഇതിൽ നമുക്ക് കിട്ടുന്നത് ഈ രണ്ടും കളയാം, ഈ n നമുക്ക് കളയാം. പിന്നെ വരുന്നത് ഇതെടുത്തു കഴിഞ്ഞാൽ 3 ഇവിടെ വരും, പിന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ 2 വരും. സോ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ n-1 = 10 എന്ന് കിട്ടും. ദിസ് സിംപ്ലൈസ് ആറ്റ് n = 11. ഇതാണ് എൻ്റെ ഉത്തരം, അല്ല വേറെ ഒന്നുമില്ല. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പ്രോബബിലിറ്റി നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ മതി. എടുത്തു വെച്ച് നിങ്ങൾക്ക് ചെയ്താൽ ഈസിയറായിട്ട് വരാൻ പറ്റും. ഓക്കെ, സോ അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ അതിതാ. ഇത് വായിക്കുമ്പോൾ നമ്മൾ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെയ്യത്തില്ല. കാരണം ഇവിടെ X-2023 അത് ഇയർ വെച്ചുള്ള കളി മിക്കവാറുമൊക്കെ ചെന്നൈ ഏറ്റെടുത്ത ക്വസ്റ്റിനകത്ത് ഇത് കാണാറുണ്ട്, ഇയർ വെച്ചൊരു കളി. എന്നിട്ട് ഇത് ചോദിച്ചേക്കുന്നത് എന്താ അറിയോ? f(x) 0 ആകുന്നത് നമ്പറാണ്, എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാ, അല്ല വേറെ കാര്യമില്ല. അപ്പോൾ നോക്കി ഇതിനെ ഒന്നൊന്ന് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്ന് തന്നെ ഡിനോമിനേറ്റർ. സോ വി ക്യാൻ ചൂസ് ദാറ്റ്. എന്തൊക്കെ എടുക്കാൻ പറ്റും? ഈ X(2023) പ്ലസ് 2024x പ്ലസ് 2025 രണ്ടിലും ഉള്ളതുകൊണ്ട് ഞാൻ കോമൺ ആക്കി എടുത്തു. പിന്നെ ഞാൻ കോമൺ ആക്കി എടുക്കുന്നത് താഴത്തത് e⁻x ഇൻറ്റു x² മൈനസ് x പ്ലസ് 3, പിന്നെ വരുന്നത് sin x പ്ലസ് 2 ആണ്. ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ടാകുന്ന? ഈ സൊല്യൂഷൻ നോക്കാൻ താഴത്തെ കാര്യം നോക്കുക വേണ്ടല്ലേ. താഴെ എന്താ 0 ആകുന്നില്ല. e⁻x പോസിറ്റീവാണ്, x² മൈനസ് 3x പ്ലസ് sin ഡെൽറ്റ നെഗറ്റീവ്, അപ്പം താഴെയും പോസിറ്റീവാണ്. അപ്പോൾ f(x) എന്ന് പറയുന്നതിനെ 0 ആക്കണം എന്നുണ്ടെങ്കിൽ എന്താ, ഈ ന്യൂമറേറ്റർ 0 ആകുന്നതിൻ്റെ കൗണ്ട് എടുത്താൽ മതി. യു ജസ്റ്റ് ഫൈൻഡ് ദ കൗണ്ട് ഓഫ് ദ ന്യൂമറേറ്റർ. വാട്ട്സ് ദ ന്യൂമറേറ്റർ ഓഫ് ദിസ് NR ഓഫ് f(x) എന്ന് പറഞ്ഞു നോക്കി. ദാറ്റ്സ് ഈക്വൽ ടു X(2023) പ്ലസ് 2024x പ്ലസ് 2025 ഇൻറ്റു sin x പ്ലസ് 2. അവർ ചുമ്മാതല്ല sin x പ്ലസ് 2 അവർ പറഞ്ഞത്. sin x-ൻ്റെ മാക്സിമം വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അതുകൊണ്ട് ഇതൊരിക്കലും 0 ആകത്തില്ല. -1 1 ഇടയ്ക്ക് 0 ആകും. അപ്പോൾ ഇത് 0 ആകുന്ന പ്രശ്നമില്ല. അപ്പോൾ റൂട്ട് ഉണ്ടാകണമെങ്കിൽ അത് തന്നെ ഇവിടെയാണ്. റൂട്ട് ഉണ്ടാകണമെങ്കിൽ എവിടെയാണെങ്കിൽ അതിൻ്റെ അകത്താണ് നമ്പർ ഓഫ് ഫ്രൂട്ട്സും കിടക്കുന്നത്. സോ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ, ഈ തന്നൊരു ഇക്വേഷൻ്റെ അകത്ത് ഇതിന് എത്ര റൂട്ട് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ യുവർ ക്വസ്റ്റ്യൻ ഈസ് ടോട്ടലി റെഡ്യൂസ് ടു ദ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഇൻ അവർ ന്യൂ എക്സ്പ്രഷൻ. ഞാൻ അതിനെ g(x) എന്ന് വിളിക്കുന്നു. അവർ ന്യൂ എക്സ്പ്രഷൻ g(x) ഈസ് ഈക്വൽ ടു X(2023) പ്ലസ് 2024x പ്ലസ് 2025. ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ടോ അത്രയും സൊല്യൂഷൻ ഈ ഇക്വേഷൻ ഉണ്ടാവും.
വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. കാരണം അത് എഫ് ഓഫ് എക്സിനെ 0 ആക്കാനായിട്ട് സൈൻ എക്സ് പ്ലസ് 2 0 ആകുന്നില്ല, ഡിനോമിനേറ്റർ രണ്ടും 0 ആകുന്നില്ല. അപ്പോൾ ആ ന്യൂമറേറ്റർ കിടക്കുന്ന ഒരു കോമൺ എക്സ്പ്രഷനെ എടുത്ത് വെച്ചിട്ട് അതിന് എത്ര സൊല്യൂഷൻ ഉണ്ടോ അത്രയും സൊല്യൂഷൻ ആ ഇക്വേഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഇതേപോലെ ഒരു പോളിനോമിയൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും നോക്കുക. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് കാൽക്കുലസ് വേ തന്നെയാണ്. അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ചെക്ക് ചെയ്യുക. ഇൻക്രീസിങ് ആണോ നോക്കാനായിട്ട് G'(x) എടുക്കുക. അപ്പോൾ എത്ര കിട്ടുക? 2023x⁻2022 എന്നാണ്, പ്ലസ് 2024. വേറെ ഒന്നുമില്ല, കഴിഞ്ഞില്ലേ? ഇതൊരു ഈവനാ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ എല്ലാ ഇൻപുട്ട് കൊടുത്താലും അത് പോസിറ്റീവാണ്, അതിൻ്റെ കൂടെ ഇതും കൂടി കൂട്ടിയാലും പോസിറ്റീവാണ്. സോ G'(x) ഇസ് പോസിറ്റീവ്. G'(x) പോസിറ്റീവും ഇതിൻ്റെ പവർ ഓടുമാണ്. ഓടെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തുടങ്ങുന്നൊരു സാധനമാണ്. പക്ഷേ നെഗറ്റീവ് തുടങ്ങിയിട്ട് നേരെ അങ്ങ് പോവുക. അതെന്താ? ഇൻക്രീസിങ്ങാണ്. സോ എൻറ്റയർലി G(x) ഇസ് ഇൻക്രീസിങ്. സോ ദാറ്റ് എക്സ്പ്രഷൻ ഹാവ് ഓൺലി വൺ റൂട്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷന് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഈ എക്സ്പ്രഷൻ സൊല്യൂഷൻ ഉണ്ടാകണം. അതൊന്നേ ഉള്ളെങ്കിൽ ആ ഇക്വേഷൻ ഒറ്റ റൂട്ടേ ഉള്ളൂ, ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ എണ്ണം കണ്ടിട്ടൊന്നും പേടിക്കാനിട്ടില്ല. സോ ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ വി ക്യാൻ ഫീൽ ദാറ്റ് ഇറ്റ്സ് ഓൾസോ എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഷുഡ് ബി കൗണ്ട് ആസ് 1. സോ ഇൻറ്റിജർ ടൈപ്പിൻ്റെ ആൻസർ അത് 1 ആണ്. നൗ യു കം ടു എ വെക്ടർ പ്രോബ്ലം. ഈ വെക്ടർ പ്രോബ്ലം നമ്മൾ നോക്കുമ്പോൾ P ഉണ്ട്, Q ഉണ്ട് അല്ലേ? P ക്രോസ് Q എന്ന് കാണും. ഞാൻ ആദ്യമേ P ക്രോസ് Q എന്ന് കണ്ടുവച്ചേക്കാം, നമ്മുടെ അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. P ക്രോസ് Q എന്ന് പറയുന്നത് I, J, K, then 2, 1, 3, 1, -1, 1. So we can see it is I into 1 minus plus 3 minus J into 2 minus 3 plus K into -2 minus 1. So it is equal to 4I minus plus J minus 3K. ഇതാണ് നമ്മുടെ P ക്രോസ് Q. അവിടെ കിടക്കട്ടെ കേട്ടോ, നമുക്ക് ആവശ്യം വന്നാൽ എടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ആദ്യം കിടക്കുന്നതിന് ഉണ്ടല്ലോ A bar, ലെറ്റ് A bar is equal to 15I plus 10J plus 6K എന്നെടുത്ത് വെച്ചേക്കുന്നു, അതും വെച്ചേക്കുന്നു. ഇനി ഞാൻ ഇതിനെ ഒന്ന് തരംതിരിക്കാൻ പോവാം. സോ അവർ A bar is equal to, എനിക്ക് ഇവിടെ ഒരു P bar ഉണ്ട്, ഇവിടെ ഒരു P bar ഉണ്ട്. സോ ഐ ചൂസ് ദാറ്റ് P bar ഇൻറ്റു, അപ്പോൾ എത്ര ഇടുന്നത്? 2 ആൽഫ പ്ലസ് ബീറ്റ, അതൊരു കോൺസ്റ്റൻ്റാണ്. പ്ലസ് അതുപോലെ Q ഞാൻ കോമൺ ആക്കുന്നു. ഐ ചൂസ് ദാറ്റ് Q ആസ് എ കോൺ ഫാക്ടർ. Q എടുക്കുമ്പോഴും എന്താ സംഭവിക്കുക? Q ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടാൻ പോകുന്നത് ആൽഫ -2 ബീറ്റ എന്നാണ്, ആയിക്കോട്ടെ, പ്ലസ് ഗാമ ഇൻറ്റു P bar ക്രോസ് Q bar. ഇതുപോലെ ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉണ്ടോ? ഇങ്ങനെ P ബാറിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇവിടെയും Q ബാറിൻ്റെ ഒരെണ്ണം, അത് രണ്ടിൻ്റെയും ക്രോസ് വന്നാൽ ഡെഫിനറ്റ്ലി ക്യാൻ പുട്ട് ക്രോസ് പ്രോഡക്റ്റ് വിത്ത് ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് P ഡോട്ട് Q. എന്നൊക്കെ A ബാറിൻ്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ ഡോട്ട് കൊടുക്കുക, ഡോട്ട് P ക്രോസ് Q. ഇത് കൊടുത്താണ്ടാന്ന് അഡ്വാൻറ്റേജ് മനസ്സിലായി എന്നാന്ന്. ഈ P ഡോട്ട് ഉണ്ടോ, P ഡോട്ട് P ക്രോസ് Q 0ആണ്, P ബാർ ഡോട്ട് P ബാർ ക്രോസ് Q ബാർ 0ആണ്. അതുപോലെ Q ബാർ ഡോട്ട് P ബാർ ക്രോസ് Q ബാറും 0ആണ്. അറിയാലോ, ബോക്സ് പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു വെക്ടർ റിപ്പീറ്റ് ചെയ്താൽ 0 ആയി പോകും. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഐറ്റം വാനിഷ്ഡ്. പിന്നെന്താ ഉള്ളത്? ഗാമ ഇൻറ്റു P ക്രോസ് Qൻ്റെ ഹോൾ സ്ക്വയർ, അത് തന്നെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് A bar dot of this is equal to ഗാമ ഇൻറ്റു P ക്രോസ് Q ദ ഹോൾ സ്ക്വയർ ആണ്. ഇതിനാണ് ഞാൻ നേരത്തെ കണ്ടുവച്ചത്. ഇവിടെ ഇത് രണ്ടും നിങ്ങൾ കാണുക, നോക്കിയേ, A ബാറും B ബാറും ഉണ്ട്. സോ വി ക്യാൻ സി A bar is equal to this one. A bar is equal to 15I plus 10J plus 6K ആണ്. വാട്ട് ഇസ് A bar dot this? ഇത് രണ്ടും കൂടെ ഡോട്ട് എടുത്തേ. ദെർഫോർ A bar dot of P bar ക്രോസ് Q bar എന്ന് പറയുന്നത് ഇതും ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ 60. അതേപോലെ ഇത് രണ്ടും കൂടെ എടുത്താൽ 10, ഏതാ ഇതും കൂടി, പിന്നെ കിടക്കുന്നത് -18 ആണ്. സോ ഇറ്റ് വിൽ ബി 70 - 18 ദാറ്റ് ഇസ് 52. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ 52 ആണ്. റൈറ്റ് സൈഡ് നോക്കി, ഇതിൻ്റെ സ്ക്വയറാണ് P ബാർ ക്രോസ് Q ബാറിൻ്റെ സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 16 + 1 + 9 ദാറ്റ് ഇസ് ഈക്വൽ ടു 26 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ എഴുതിയേക്കുന്ന ഇക്വേഷൻ, ഇത് ഇക്വേഷൻ എങ്ങനെ മാറ്റപ്പെടും? ദിസ് വിൽ വി ക്യാൻ റീപ്ലേസ് ദിസ് റിപ്ലൈസ് ദാറ്റ് ഇതിൻ്റെ ആൻസർ 52 ആണ്. ഇസ് ഗാമ ഇൻറ്റു 26. അവർ ആൻസർ വാട്ട് ഇസ് ഗാമ എന്ന 2. ഇതെന്താ കുഴപ്പം അല്ലേ? അപ്പോൾ നമ്മളിതിനെ ഒന്ന് കൈകാര്യം ചേർത്തേ ഉള്ളൂ. P ബാറും Q ബാറും ഉള്ളതിൻ്റെ പേരിൽ ഇച്ചിരി ലെങ്തിയാണ്, 2 മിനിറ്റ് എടുക്കുന്നുണ്ട്, ക്രോസ് ചെയ്തങ്ങ് ചെന്നു. അങ്ങനെ ക്രോസ് ചെല്ലുമ്പം കിട്ടുന്ന ഉത്തരം എടുക്കുക, എന്നിട്ട് അത് നമുക്ക് ഷിഫ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ P ക്രോസ് Qയും Pയും Qയും കൂടെ എക്സ്പ്രസ്സിലാക്കുമ്പോൾ P ക്രോസ് Q കൊണ്ട് നമ്മൾ ഡോട്ട് എടുക്കണം എന്നുള്ള നോളജ് നമ്മൾ എത്രയോ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മെറ്റീരിയലിനകത്തുള്ള ചോദ്യമാണ് അല്ലേ? അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ വി ക്യാൻ വാനിഷ് ദിസ് P and Q ആൻഡ് ഫൈനലി വി ക്യാൻ reduce to the point gamma directly. So say simple category question. Now some difficult category വേണമെങ്കിൽ പറയാം. ഡൂബിൾ ആണ്, എന്നാൽ ഡിഫിക്കൽട്ട് കാറ്റഗറി ഒരു ചെറിയൊരു
പ്രശ്നമുണ്ട്. ഒന്ന് ഈ എക്സ് സ്ക്വയർ മൈനസ് 4xy എന്ന് പറയുന്ന ഗ്രാഫാണ്. അത് പരാബോള ഇൻവേർട്ടഡ് ആണ്. എ പോസിറ്റീവായിട്ട് നിന്നാൽ ഇതിൻ്റെ ഗ്രാഫ് തന്നെ ഇങ്ങനെയാണ്. അതിൽ ഇവിടെ പറയുന്ന 6 ലാറ്ററസ് റെക്റ്റമാണ്. അത് നമുക്ക് അന്നേരം പറയാൻ പറ്റും 4a ആണ്. അത് ഇൻവെർട്ടഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. 6 4a ആണ്. എന്നാൽ എസ് ഉണ്ട്. എസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മൈനസ് ആൽഫയിൽ കൂടെ പോകുന്ന ലൈന് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നതിനാണ് എസ് എന്ന് വിളിച്ച് വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിനെ ഒന്ന് പിടിക്കേണ്ടി വരും. അതവിടെ കിടക്കട്ടെ. ഇതിനെ ഈ പോയിന്റിനെയാണ് ഞാൻ 0 മൈനസ് ആൽഫ എന്ന് എടുക്കുന്നത്. അതിങ്ങനെ എടുത്താൽ കിട്ടുന്ന ലൈൻ ഈ നീളമാണ് A1 A ആൻഡ് B റൈറ്റ്. അപ്പോൾ ഈ AB-യുടെ സ്ക്വയറാണ് നമ്മുടെ എസ് എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ എസ് കണക്റ്റഡ് ആകുന്നില്ല. ഇതൊരു കണക്റ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട. എന്നാൽ വേറൊരു കാര്യം പറഞ്ഞേക്കുന്നത് ദ നോർമൽ വിത്ത് സ്ലോപ്പ് 1/√6 ഡ്രോൺ ഫ്രം ദ പോയിന്റ്സ്. ഇവിടുന്ന് ഒരു നോർമൽ ഇങ്ങനെ വരച്ചാൽ അതിൻ്റെ സ്ലോപ്പ് -1/√6 ആണ്. അതാണ് ഇതിലൂടെ നമുക്ക് ഈ ആൽഫയെ പിടിക്കാവോ എന്ന് നോക്കണം. ആൽഫയെ പിടിക്കാനുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ ഇതുണ്ടാവും. ഈ എക്സ് സ്ക്വയറിൻ്റെ ടാൻജൻ്റെ സ്ലോപ്പ് എടുക്കാൻ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay ആണല്ലോ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x ഇസ് ഈക്വൽ ടു -4ay' ആണ്. ഇത് നോർമലിൻ്റെ അല്ല, ടാൻജൻ്റെ സ്ലോപ്പാണ്. സോ വി ക്യാൻ സി y' എന്ന് പറയുന്നത് x/2a ആണ് മൈനസ്. സോ സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്നത് നമുക്ക് 2a/x ആണ്. അതവിടെ 1/√6 ആണ്. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് നമുക്ക് 2√6a എന്ന് എടുക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ഈ എക്സ് കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വൈ കോർഡിനേറ്റ് കാണാൻ നേരെ പോയിട്ട് ഈ ഇക്വേഷനിലോട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 2√6a ദ ഹോൾ സ്ക്വയർ സിഗിൾ -4ay എന്നാണ്. സോ വി ക്യാൻ സി വാട്ട് ഇസ് വൈ. സോ ഇവിടെ എന്ത് വരുന്നത് 4 × 6 × a² ഈസ് ഈക്വൽ ടു -4ay ആണ്. അപ്പം നമുക്ക് 4ഉം ഒരേയും പോയി കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു -6a എന്നും കിട്ടും. സോ ഈ പോയിന്റ് ഞാൻ തൽക്കാലം ആ പോയിന്റ് P എന്ന് കൊടുക്കുകയാണ്. ഇത് പോയിന്റ് P ആണ്. സോ വി ക്യാൻ സി P ഇസ് ദ കോർഡിനേറ്റ് മൈനസ് എക്സ് കോർഡിനേറ്റ് ആണ് 2√6a, -6a എന്നാണ്. ഇതാണ് കിട്ടുന്നത്. യെസ്, വി ക്യാൻ പുട്ട് ദാറ്റ് പോയിന്റ് ഹിയർ. നൗ ഐ തിങ്ക് അബൌട്ട് ദാറ്റ് ഫ്രം ദ റേഷ്യോയിൽ നിന്ന് ആൽഫ കണ്ടുപിടിക്കാവോ എന്നാണ്. വി ക്യാൻ സി L ഈസ് ദ ലൈൻ പാസിംഗ് ത്രൂ ദിസ്. ഇതാണ് L പാരലൽ ടു ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഈ ആക്സിസിന് പെർപെൻഡിക്കുലറാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് ഡയറക്ട്രിക്സ്. അതിൻ്റെ ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ ഫോർ ഇക്വേഷൻ ഓഫ് എൽ എന്ന് പറയുന്നത് പാരലൽ ആയതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റും. ഉണ്ടോ? ഇക്വേഷൻ ഓഫ് എൽ എന്ന് പറയുന്നത് നമുക്ക് y ഈസ് ഈക്വൽ ടു -ആൽഫയാണ്. ഇത് ഇവിടെ കൊടുക്കുന്ന 2 പോയിൻ്റാണ് എയും ബിയും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് y ഈസ് ഈക്വൽ -ആൽഫ കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ -4a × -ആൽഫയാണ്. ദാറ്റ് ഈസ് 4a ആൽഫ എന്ന് കിട്ടും. സോ വാട്ട് ഇസ് എക്സ് സിൽ +2√a ആൽഫയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റ് നമ്മുടെ ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ് ആയിട്ട് കിട്ടും. സോ വി ക്യാൻ സി എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു -2√a ആൽഫ, -ആൽഫ എന്ന് കൊടുക്കാം. ബി എന്നുള്ള കോർഡിനേറ്റ് നമുക്ക് 2√a ആൽഫ, -ആൽഫ എന്ന് കൊടുക്കാം. സോ വാട്ട് ഇസ് എ ബി അതിൻ്റെ 4 ടൈംസ് വരും അല്ലേ. ഇപ്പോൾ എ ബി എന്ന് പറയുന്നതിന് നീളം ഈ 2 ലൈനിൻ്റെയും കൂടെ അതായത് ഈ നീളം 2ഉമാണ്. ഇതിൻ്റെ ഇരട്ടി ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്ന 4 നമ്മുടെ √a ആൽഫയാണ്. സോ എസ് എന്ന് പറയുന്നത് AB സ്ക്വയറാണ്. അവർ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് 16a ആൽഫയാണ്. കണ്ടോ? നേരത്തെ 6 ലാറ്റർ സെക്ടം 4a ആയിരുന്നു. ഇനിയാണ് ഗിവൺ ഇറ്റ് കണ്ടോ നമ്മുടെ R/S എന്ന് പറയുന്നത് 1:16 എന്ന് പറയുന്നു. ഫോർ R/S എന്ന് പറയുന്നത് 1/16 ആണ്. ഇത് സിംപ്ലൈസ് ആയിട്ട് R എത്രയാണ്? 4a ഡിവൈഡ് ബൈ SE കിട്ടിയതാണ്. എന്ത്? 16a ആൽഫ. ദാറ്റ് ഇസ് 1/16 ആണ്. എന്ത് സംഭവിക്കും? നമ്മുടെ ഈ 4aയും ഈ 16 വേണം കട്ട് ചെയ്ത് കളയാം. പിന്നെ ഒരു എയും കളഞ്ഞു കഴിഞ്ഞാൽ 4 ആൽഫ എന്ന് കിട്ടും. ആൽഫ 4 ആണ്. കണ്ടോ? അപ്പോൾ ആ പോയിൻ്റ് ഏതായി? ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനൂടെ വി ക്യാൻ സി ദ ആൽഫ. ഇപ്പം നമുക്ക് കിട്ടുന്നത് ഇതാ പിയുടെ കോർഡിനേറ്റ് അല്ലാതെ ആൽഫ നമുക്ക് 4 ആയി കഴിഞ്ഞാൽ ഈ പോയിന്റ് നമുക്ക് Q എന്ന് കൊടുത്താക്കാവേ. Q ഇസ് ഈക്വൽ ടു -0, -4 ആണ്. സോ ഓൾറെഡി പി എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയായിരുന്നു. പിയുടെ കോർഡിനേറ്റ് ഞാൻ ഒന്നും കൂടെ വായിക്കാം. പിയുടെ കോർഡിനേറ്റ് നമ്മുടെ കിട്ടിയതാണ് 2√6a, -6a ആണ്. എന്തിനാണ് ഇത് വായിച്ചത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് വാല്യൂ ഫോർ 24a ആണ്. യു വാണ്ട് ടു ഫൈൻഡ് വാട്ട് ഇസ് 24a. അപ്പോൾ ഈ എ ഇട്ടുള്ള 2 പോയിന്റ് കിട്ടി. അതിൻ്റെ സ്ലോപ്പ് നമുക്ക് 1/√6 പുറകിൽ തന്നിട്ടുമുണ്ട്. സോ ജസ്റ്റ് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് PQ. നോക്കി,
സ്ലോപ്പ് ഓഫ് പി ക്യു, സ്ലോപ്പ് ഓഫ് പി ക്യു, പി ക്യുവിൻ്റെ സ്ലോപ്പ് എത്രയാണ്? ഇത് രണ്ടും കൂടി കുറയ്ക്കാം. ഇതൊക്കെ -6a + 4 y കോർഡിനേറ്റാണ്. ഡിഫറൻസ് -6a ഇത് വരും. 2√6a - 0 ആണ്. ഇതാണ് 1/√6 വരുന്നത്. കണ്ടോ, ഈ ഒരു ഇക്വേഷനാണ് ഇത് രണ്ടിനും കൂടെ സ്ലോപ്പാണ് ഞാൻ കണ്ടേക്കുന്നത്. -6 + 4 / ദിസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 4 - 6a / 2√6a എന്നത് 1/√6 ആണ്. സോ വി ക്യാൻ ക്യാൻസൽ ദിസ് ഫസ്റ്റ്, ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 - 6a = 2a എന്നാണ്. സോ 4 = 8a എന്ന് കിട്ടി. യു വാണ്ട് ടു ഫൈൻഡ് വാട്ട് ഇസ് 24a. ഇപ്പോൾ ഇതിനെ 3 ഗുണിച്ചാൽ മതി. സോ 12, ദിസ് ഇംപ്ലൈസ് ദാറ്റ് 12 = 24a. ഇതാണ് ആൻസർ. യുവർ റിക്വയർമെൻറ്റ് ഇസ് 12. ഇപ്പോൾ ഇവിടെ 2 കണക്റ്റഡ് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് അതിൻ്റെ സ്ലോപ്പ് എന്നുള്ള കോൺസെപ്റ്റിൽ കൂടെ നമ്മുടെ ഈ പോയിന്റ് കണ്ടുപിടിച്ചത്. പിന്നെ രണ്ടാമത്തത് ലാറ്ററൽ സെക്ടത്തിന് പാരലായിക്കൊണ്ട്, ലാറ്ററൽ സെക്ടറിന് ഡയറക്ട്രിക്സിന് പാരലായിക്കൊണ്ടുള്ള ഈ ലൈൻ ത്രൂ ചെയ്യുന്നതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ അതൊരല്പം ലെങ്തിയാണ്. അവിടെ നമ്മൾ 6 ലാറ്ററൽ സെക്ടർ നമുക്ക് ഈസിയായിട്ട് പറയാം. പക്ഷേ ആ എസ് എന്ന് പറയുന്നത് 1/16 ഉള്ള കോൺസെപ്റ്റിലോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ആ എസിൻ്റെ നീളം ഒരല്പം ഡിസ്റ്റർഡ് ആണ്. നമുക്ക് ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ ആ പോയിന്റിൽ കൂടെ എടുത്താൽ നമുക്ക് എക്സ് എടുക്കാൻ പറ്റും. അതിലൂടെ α4 എന്ന് കിട്ടുന്നിടം വരെ ഇത് ഒരല്പം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് ലാസ്റ്റ് അല്ല, ഈ ഒരു ചോദ്യം ചെന്നൈ IITയിലെ IIT ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴൊക്കെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അതിന് എക്സ്പീരിയൻസ് എനിക്കുള്ളതാണ്. നമ്മൾ അന്ന് രാത്രിയിൽ അവരുടെ ക്വസ്റ്റ്യൻസുമായിട്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു പുതിയ ചോദ്യം ഉണ്ടാവും. ഈ പുതിയ ചോദ്യം വളരെ ടഫാണ്. നമുക്ക് എക്സാം ഹാളിൽ ഇരുന്നിട്ട് കുട്ടികളത് ക്രാക്ക് ചെയ്തെടുക്കുന്നത് അത്ര എളുപ്പമല്ല. ആക്ച്വലി നമ്മുടെ ഏറ്റവും ടോപ്പ് റാങ്കേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇത്തരം ചോദ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത ചോദ്യങ്ങളൊക്കെ ഡൂവബിളോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈസിയറോ ആണ്. ബ്രില്യൻറ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ, അതിന് അത്രയും ടഫായിട്ടുള്ള ചോദ്യങ്ങളല്ല. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പമായി മാറുന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇത്ര ഒരു ചോദ്യത്തെ നമുക്ക് കാണുന്നിടത്ത് അതിൽ പറ്റിയ ചോദ്യം ഏതായിരിക്കും ഈ വർഷത്തെ ടഫ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് ഞാൻ വളരെ ഈഗർലി വെയിറ്റ് ചെയ്തതാണ്. നമ്മുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് കാണുന്നൊരു ചോദ്യം ഇതാണ്. ഇത് 2-3 കുഴപ്പങ്ങളുണ്ട്. എന്തുകൊണ്ടും ടഫായെന്ന് ഞാൻ ആദ്യം പറയാം. ഇതിൽ ഈ f(t) എന്ന് പറയുന്ന ഈ എഫിൻ്റെ വാല്യൂ റീപ്ലേസ് ആൻ t2n-1 എന്നുള്ള ഒരു ഫിക്സഡ് നമ്പറിലാണ്. n നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ടിക്ക് കൊടുക്കാവുന്ന വാല്യൂസ് ഇവിടെ ഓഡ് നമ്പറുകളാണ്. എനിക്ക് 1 കൊടുത്താൽ 1 ഉണ്ട്, n-ന് 1 കൊടുത്താൽ 1, പിന്നെ 3, 5, 7 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ടി. എന്നാൽ ഇതിന് കണ്ടിന്യൂറ്റി ഉള്ള കർവ് എന്ന് പറയാൻ വേണ്ടി തൊട്ട് താഴെ 2n-1 ഇവിടെ കിട്ടുന്ന അതേ വാല്യൂ, ഇത് 1 ആണെങ്കിൽ അത് 3 കിട്ടും. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 1 മുതൽ 3 വരെ അത്, പിന്നെ 3 കൊടുത്താൽ അത് 3 തൊട്ട് 5 വരെ ഇത്. ഇങ്ങനെ പോകുന്നൊരു പണിയാണ് ഇവിടെ കിടക്കുന്ന ട്വിസ്റ്റ്. അതിനെ ട്വിസ്റ്റ് എന്നാണ് പറഞ്ഞു. അതിൻ്റെ ട്വിസ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അതാണ് നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ടി ആയത്. ഇതിൽ കിടക്കുന്ന f(2n-1) f(2n+1) ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഈ കിടക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ ഒന്നിൻ്റെ അകത്ത് ആ ഫംഗ്ഷനിൽ നിന്ന് കിട്ടുന്ന വാല്യൂ തന്നെ കൊടുത്തുകൊണ്ട് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. വെരി ഡിഫിക്കൽട്ട്. ഇതാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയുടെ സ്വഭാവം. ഞാനൊന്നും കൂടെ പറയാം. നമ്മൾ ടിക്ക് കിട്ടുന്ന ഈ വാല്യൂ, അതായത് 1, 2 എന്ന് പറഞ്ഞാൽ കൊടുത്താൽ കിട്ടുന്ന വാല്യൂസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ അത് ബുദ്ധിമുട്ടെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത്തരം ഒരു ചോദ്യത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വളരെ പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഒന്ന്, നമുക്ക് ഇത് പാരഗ്രാഫായിട്ട് തരുന്ന ചോദ്യമാണ്. 2 എണ്ണത്തിലാണ് പറയുന്നത്. ഒന്ന് നമ്മുടെ α+β, അതായത് ന്യൂമറിക്കൽ ടൈപ്പാണ്. യെസ്. അപ്പോൾ ഇതിൽ g(x) എന്ന് പറയുന്നത് 0 to 1 ഇങ്ങനെയാണ് എങ്കിൽ ഈ ലിമിറ്റ് കാണണം എന്ന് പറയുന്നിടത്ത് ഒരു ചെറിയ കുഴപ്പമുള്ളത്, g(x)ൻ്റെ ലിമിറ്റ് കാണുന്നിടത്ത് β എന്നും g(x)നെ 0 ആക്കുന്നതിൻ്റെ കൗണ്ടിനെ α എന്നും പറയും. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ വരാനുണ്ട്. ഒന്ന്, g(x) ഈ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടുന്നതിൻ്റെ അകത്ത് എത്ര എണ്ണം 0 ആക്കുന്നുള്ള വാല്യൂ എന്നുള്ളതാണ്. നമ്മുടെ തല ഒന്ന് ചുരുങ്ങിപ്പോകുന്നൊരു പണിയാണ്. അതാണ് α. അത് കഴിഞ്ഞാൽ അത് 1 മുതൽ 8 വരെയുള്ള കണ്ടീഷൻസിലാണ് ക്ലോസ്ഡ് ആയേക്കുന്നത്. β എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിമിറ്റായി. അത് നമുക്ക് ഇച്ചിരി എളുപ്പമല്ലേ. ലോപ്പിറ്റൽ റൂൾ കൊടുത്തു കഴിഞ്ഞാൽ g'(x)/1 എന്നാണ് വരിക. g'(x) ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റാതെ f(x) തന്നെയാണ്. അപ്പോൾ f(x)ൻ്റെ അകത്ത് നിങ്ങൾ 1 കൊടുത്താൽ നമുക്ക് ബീറ്റയുടെ ഭാഗം മാത്രമാണ് അതിൻ്റെ അത്ര ആശ്വാസമുള്ളത്. അത് നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഈ ഇൻ്ററേഷൻ്റെ കാര്യം നമുക്ക് അത്ര എളുപ്പം അല്ല. ദിസ് ഇസ് ആക്ച്വൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഇൻ അവർ 2024. എനിക്ക് തോന്നുന്നത് നമ്മുടെ അടുത്ത നാളിലൊക്കെ ചോദിച്ച IIT ക്വസ്റ്റ്യനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഇത്രയും ഡിഫിക്കൽട്ടായൊരു ചോദ്യം നമുക്ക് കാണാൻ പറ്റുന്നതുമല്ല. നമ്മൾ ഒരിടത്തും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ ഒരു കണ്ടീഷനുണ്ട്. അതിൻ്റെ കണ്ടീഷൻ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. f(t) നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ ആ വാല്യൂസ് ഇവിടെ കൊടുക്കണം. എന്നാൽ
ഇതിൻ്റെ അകത്തെ സൊല്യൂഷനെ നമുക്ക് ഒന്നും കൂടി അപ്രോച്ച് ചെയ്യാം. ഹൗ വി ക്യാൻ ഹാൻഡിൽ ദിസ് എന്നുള്ള ആ ഒരു ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം എന്നെ. അതായത് ഇതിലൊന്ന് നമ്മളെ സംബന്ധിച്ച വാല്യൂ, ഈ 2 കണ്ടീഷൻസ് ഉണ്ടല്ലോ. ആദ്യത്തെ ടിയുടെ വാല്യൂ എനിക്ക് ടി എന്ന് പറയുന്നത് 2n-1 എന്നാണ്. എന്നിട്ട് n ബിലോങ്സ് ടു ക്യാപിറ്റൽ N എന്നാണ് ഈ കേസ് പറയുന്നത്. കണ്ടോ? അപ്പോൾ അത്തരം കേസിൽ നമുക്ക് n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടി നമുക്ക് എത്രയാണ് 1 തന്നെയാണ്. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ആ വാല്യൂ നമുക്ക് ഇവിടെ 1 കൊടുത്ത് നോക്കി, n-ന് 1, അപ്പോൾ -1 2 എന്ന് കിട്ടും. ഇതാണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ n-ന് 2 കൊടുക്കുക. n-ന് 2 കൊടുത്താൽ നമുക്ക് ടിയുടെ വാല്യൂ 3 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് ടി എത്ര വരും നോക്കി? ഈ എഫ് ഓഫ് ടി അല്ലെങ്കിൽ എഫ് ഓഫ് 3 എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എഫ് ഓഫ് 1 എന്നായിക്കോട്ടെ. ഇത് നമുക്ക് 1 2 എന്നുള്ള കണ്ടീഷൻ നമുക്ക് ഇത് എഫ് ഓഫ് 1 എന്ന് എടുക്കാം, ഇത് എഫ് ഓഫ് 3 എന്ന് കൊടുക്കാം. എഫ് ഓഫ് 3 വരുമ്പോൾ നോക്കി n-ന് നിങ്ങൾ 2 കൊടുക്കുമ്പോൾ കിട്ടുന്ന 3 ആണ്, അത് -2 ആണ്. ഇതാ വരുന്നത്. ഇനി നമ്മൾ n-ന് 3 കൊടുത്തു കഴിഞ്ഞാൽ ടി നമുക്ക് 5 ആണ്. ടി ഇങ്ങനെ ചാടി ചാടി പോവുക, ഓഡ് നമ്പറാണ് വരിക. അങ്ങനെ വരുമ്പോൾ എഫ് ഓഫ് 5 എന്ന് വേണം എഴുതാൻ. എഫ് ഓഫ് 5 നമുക്ക് എത്ര വരും നോക്കി? അവിടെ n-ന് 3 ആണ്, 3 + 1 4 2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അടുത്ത എഫ് ഓഫ് 7 നമുക്ക് -2 ആണ്. അടുത്ത എഫ് ഓഫ് 9 നമുക്ക് 2 ആണ്. എഫ് ഓഫ് 11 നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാല്യൂസാണ്. ഇതാണ് നമ്മുടെ ഇതിലെ ജർക്കിങ്. അപ്പോൾ ആ കാര്യം കഴിഞ്ഞു അല്ലേ. നമ്മൾ വൈസിൽ എഫ് ഓഫ് ടി എന്നുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഉണ്ടോ, വൈസിൽ എഫ് ഓഫ് ടി എന്നുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ 2 - 2 വരുന്ന ഒരു ബൗണ്ടറി എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സൈനക്സിൻ്റെ 1 - 1 കിടക്കുന്ന പോലെ ഇത് ബൗണ്ടറിയാണ്. ഈ ബൗണ്ടറി കൂടെയാണ് ഇവൻ പോയിരിക്കുന്നത്. കണ്ടിന്യൂറ്റി ഉണ്ടെന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ഇനിയാണ് നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ടത് ഈ ചോദ്യം. സൂക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി ഞാൻ എഴുതി കാണിക്കാം. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗമാണ്, ഈ റണ്ണിങ് സ്റ്റേജിലാണ്. 2n+1 -1/2 ഇൻറ്റു എഫ് ഓഫ് 2n-1 പ്ലസ് ടി മൈനസ് 2n-1/2 ഇൻറ്റു എഫ് ഓഫ് 2n+1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. എവിടെ തൊട്ട്? 2n-1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2n+1. ഇത് ഓരോ കേസിലും സംഭവിക്കും. എനിക്ക് n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ സ്റ്റേജ് കഴിഞ്ഞു, അത് 2 എന്ന് എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് താഴത്തെ അനുസരിച്ച് വേണം നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പം ഇവിടെ 1 കൊടുത്താൽ 3 - 1/2 ഇൻറ്റു എഫ് ഓഫ് 1 പ്ലസ് ടി മൈനസ് 1/2 ഇൻറ്റു എഫ് ഓഫ് 1 കൊടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഫംഗ്ഷൻ കിട്ടും. ഒരു സംശയം വേണ്ട. അത് 1 മുതൽ 3 വരെയാണ്. ഇതാണ് ഫംഗ്ഷൻ്റെ പണി. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. കാരണം വീണ്ടും നമ്മൾ അടുത്തതും ചെയ്യണം, അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട. ഒരു കാര്യം ശ്രദ്ധിച്ച് കണ്ടു നോക്കി. ഈ ഒരു എക്സ്പ്രഷൻ്റെ അകത്ത് നോക്കി, ഇതിൽ എഫ് ഓഫ് 2 - 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇതും കോൺസ്റ്റൻ്റ് ആണ്, ഈ 2 നമ്പറും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എന്താ അതിൻ്റെ അകത്ത് വേരിയബിൾ ആയിട്ടുള്ളത്? ടിയാണ്. ടിയുടെ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ ടി ഉണ്ട് കേട്ടോ. യെസ്, ഇത് ടിയാണ്. ഈ ടി എന്ന് പറയുന്നത് ലീനിയറാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 1-ൻ്റെ 3-ൻ്റെ ഇടയ്ക്കും 3-ൻ്റെ 5-ൻ്റെ ഇടയ്ക്കും 5-ൻ്റെ 7-ൻ്റെ ഇടയ്ക്കൊക്കെ ഇത് ലൈനാണ്. ഒരു ലൈൻ വരയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം? 2 പോയിൻ്റ് മതി അല്ലേ. ആ പോയിൻ്റ് എന്താ? ഇങ്ങേറ്റം അങ്ങേറ്റം കിട്ടിയാൽ മതിയല്ലോ. അത് മതി ഇതിൻ്റെ അകത്ത് കാണിക്കാൻ. എനിക്ക് ജനറലി നോക്കിയാൽ എല്ലാ കേസും ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതായത് വാട്ട് ഹാപ്പൻഡ് അറ്റ് എഫ് ഓഫ് 2n-1. ഇതിവിടെ കാണാൻ എന്താ സംഭവിക്കുന്നത്? 2n-1 കൊടുത്തു കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത് 0 ആയി പോകും. പിന്നെ അവിടെയാണ് കിട്ടുന്നത്. ഇതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ നിങ്ങൾ നോക്കിയാൽ കൃത്യതയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ എഫ് ഓഫ് 2n-1 അല്ലെങ്കിൽ നമ്മൾ ആ പോയിൻ്റ് കൊടുത്താൽ മതി. ഇത് നമുക്ക് n പോയിൻറ്റുകൾ തന്നെയാണ്. നമുക്ക് നേരത്തെ കിട്ടിയ n പോയിൻറ്റുകൾ തന്നെയാണ് ഇതിൻ്റെ 2-ൻ്റെ എൻഡിൽ വരിക. ഒരു സംശയം വേണ്ട. ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പോയിൻ്റ് നമുക്ക് ഈ 2 തന്നെയാണ്, രണ്ടാമത്തെ -2 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? ഈ പോയിൻ്റ് നിങ്ങൾ ഏതെടുത്താലും ശരി, നമ്മൾ എക്സ് വൈ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, അതായത് 1 2 3 4 5 6 7 8 9 ഇങ്ങനെയാണ് പോവുക. ഇതിൻ്റെ അകത്ത് ഈ ടിക്ക് നിങ്ങൾ 1 കൊടുത്താൽ എഫ് ഓഫ് 1 കൊടുക്കുമ്പം നമ്മൾ ആദ്യം കിട്ടുന്ന 2 കിട്ടും. രണ്ടാമത്തെ 3 കൊടുത്തു കഴിഞ്ഞാൽ -2 കിട്ടും. ഇതാണ് കണ്ടീഷൻ. ഇത് 2ഉം ഇത് -2ഉമാണ്. ബാക്കി നിങ്ങൾക്ക് കിട്ടുന്ന ഈ ലൈനാണ്. ഒരു സംശയം വേണ്ട, ഇറ്റ്സ് എ ലീനിയർ. അതിൻ്റെ ഫസ്റ്റ് പോയിൻറ്റും സെക്കൻഡ് പോയിൻറ്റും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ഡാറ്റ് എഫ് ഓഫ് 2n- ലെഫ്റ്റ് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് പഴയ ഉത്തരം തന്നെ കിട്ടും നിങ്ങളുടെ കയ്യിൽ. ബാക്കി 0 അടിച്ച് കളയും. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ ഇറ്റ്. ടിക്ക് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അന്നേരം ഇത് എടുക്കാൻ പറ്റും. 2-1 കൊടുത്തു കഴിഞ്ഞാൽ അത് പോയിട്ട് ഇതിൻ്റെ കണ്ടീഷൻ തന്നെ കിട്ടും. സോ യു ക്യാൻ സീ ദിസ് വൺ. അപ്പോൾ ഇതിൻ്റെ എൻ പോയിൻ്റ് അതാണ് ഞാൻ പറയുന്നത്. യു ക്യാൻ പുട്ട് ടി സിൽ T-1 വേണ്ടേ. ഈ സംഗതി 0 പോയിട്ട് ഇവിടെ നോക്കിയാൽ എന്താ കിട്ടുന്നത്? ദാറ്റ്സ് ഈക്വൽ ടു 2n+1
മൈനസ് 2n-1/2 ഇൻറ്റു എഫ് ഓഫ് 2n-1 എന്നാണ്. അപ്പോൾ ഇത് രണ്ടും പോയിട്ട് നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് 2n-1 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണോ നിങ്ങളുടെ പഴയ കണ്ടീഷൻ അത് കൊടുക്കാൻ പറ്റും. അതായത് ഈ പോയിന്റ് കിട്ടും, പിന്നെ ഇതും കിട്ടും. വേണമെങ്കിൽ ഇക്വേഷനായിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ സോപ്പൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ എടുത്താൽ മതി. ആ സോപ്പ് ഈ രണ്ട് പോയിന്റ് നമുക്ക് എടുത്താൽ ഇത് 1 2 ഇത് 3 2 ഇത് വെച്ചാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ടി എന്നുള്ള പാരാമീറ്റർ വെച്ച് ഇക്വേഷൻ എടുത്ത് പോയാൽ മതി. യു ക്യാൻ സീ ദിസ് ഇക്വേഷൻ. അത് കഴിഞ്ഞാൽ അടുത്ത് കിട്ടുന്നത് 5 കൊടുത്തു കഴിഞ്ഞാൽ 2 അപ്പോൾ ഇത് ഇങ്ങനെ പോവും. പിന്നെ 7 കൊടുത്താൽ -2 തന്നെ ഇങ്ങനെ പോരും. പിന്നെ തന്നെ ഇങ്ങനെ. ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഇത്രയേ ഉള്ളൂ. സോ ദ ഗ്രാഫ് ഈസ് ദിസ് വൺ. നമ്മുടെ എഫ് ഓഫ് ടി എന്നുള്ളതിൻ്റെ ഗ്രാഫാണ് ഈ കിടക്കുന്നത് കേട്ടോ. സോ ദ ഗ്രാഫ്, ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് വൈ ഇസ് എഫ് ഓഫ് ടി. ദിസ് ഇസ് ദ ഗ്രാഫ്. നോക്കിയേ, എഫ് ഓഫ് 1 എടുത്താൽ 2 ആണ്, എഫ് ഓഫ് 3 എടുത്താൽ -2 ആണ്, എഫ് ഓഫ് 5 എടുത്താൽ 2 ആണ്, എഫ് ഓഫ് 7 എടുത്താൽ -2 ആണ്. ഇതിനിടയ്ക്ക് ലീനിയറാണ്, ലൈനാണ്. അപ്പോൾ ഈ രണ്ട് എൻ പോയിൻ്റ് കൂടെ ലൈൻ നിങ്ങൾ ഇങ്ങനെ വരച്ചാലേ പറ്റൂ, നോ ഡൗട്ട്. അതിന് ഇങ്ങനെ വരച്ചാലേ പറ്റൂ. ഇതാ, ഇനി നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കുക. നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1 to x എഫ് ഓഫ് ടി ഡി ടി ആണ്. അപ്പോൾ ഇതാണ് 1. ഞാൻ ഇതുണ്ട് ഇവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഏതാ 3 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതായത് ജി ഓഫ് 3 എടുക്കുന്നു. ജി ഓഫ് 3 എടുത്തു കഴിഞ്ഞാൽ എന്താ കേട്ടോ, ഇൻ്റഗ്രൽ 1 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ് വരും, എഫ് ഓഫ് ടി ഡി ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ റീജിയണും ഈ റീജിയനുമാണ്. നോക്കിയേ, ഒരു ലൈൻ്റെ ഈ രണ്ട് റീജിയനും ഈക്വലാണ്, പക്ഷേ ഇത് പോസിറ്റീവ് ആണ് നെഗറ്റീവാണ്. സോ വാട്ട്സ് ആൻസർ? ദാറ്റ് ഷുഡ് ബി 0. കണ്ടോ, ഇത് ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അടുത്ത ഷെയ്ഡ് കൊടുക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ടും ഇപ്പം നോക്കി, ഇതും ഈക്വലായ പോലെ ഇത് രണ്ടും ഈക്വലാ. അപ്പോൾ നിങ്ങൾ 1 മുതൽ 5 വരെ ചെയ്താൽ എത്ര കിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ? സോ വാട്ട് ഇസ് ജി ഓഫ് 5? ജി ഓഫ് 5 എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. ഇറ്റ് ഇസ് ജി ഓഫ് 5. ജി ഓഫ് 5 നമുക്ക് 0 ആണ്. കണ്ടോ, ജി ഓഫ് 5 എടുത്തു കഴിഞ്ഞാൽ ഈ ലൈനെ എക്സൈസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതും രണ്ടും കൂടി കൂട്ടിയാൽ 0 കിട്ടും, ഇതും അതും കൂടി കൂട്ടിയാൽ 0 കിട്ടും. ഇനി ഞാൻ ചെയ്യുന്നത് ഇതാ, ഇതും എത്ര 8 വരെ മതി. ഇത് നോക്കി, ജി ഓഫ് 7 0 ആണ്. ജി ഓഫ് 7 എടുക്കണമെങ്കിൽ ഇവിടുന്ന് അവിടം വരെ പോകണം. അപ്പോൾ ഇത് രണ്ടും കൂടി 0 ആയി, ഇത് രണ്ടും കൂടി 0 ആയി, ഇതും അതും കൂടി കൂട്ടി 0 ആയി. സോ വി ക്യാൻ സി ജി ഓഫ് 7 ഇസ് ഓൾസോ 0. ഇതാണ് കിട്ടുന്നത്. ഇൻ്റഗ്രേഷൻ്റെ ഏരിയ 0 ആകണമെങ്കിൽ പകുതി എക്സൈസിന് മുകളിലും പകുതി എക്സൈസിന് താഴെ നിൽക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് 1 മുതൽ 3 വരെ എടുത്താൽ ഇത് ഹാഫായിട്ട് വരും. സോ ദേ ആർ 0. 1 മുതൽ 5 വരെ എടുത്താലും ടോട്ടലി 0. 1 മുതൽ 7 എടുത്താലും 0 ആണ്. സോ വി ക്യാൻ സി ജി ഓഫ് എക്സ് സികൾ 0 വരുന്ന ആൻസറുകൾ എക്സിന് ഏതൊക്കെയാണ്? എക്സിന് നമുക്ക് 3, 5, 7 എന്ന് പറഞ്ഞാൽ ഈ 3 വാല്യൂ ആണ് ഒന്നിൻ്റെയും. ദേ ആർ ബിലോങ്സ് ടു 1,8. കണ്ടോ, 1ൻ്റെയും 8നും ജി ഓഫ് എക്സിൻ്റെ ഇടയ്ക്ക് 0 ആക്കാൻ എത്ര വാല്യൂ ഉണ്ടെന്ന് അവരുടെ ചോദ്യം. ഇത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, എത്ര വേണമെങ്കിലും കൊണ്ടുപോകാമെന്നാണ്. ഉത്തരം അപ്പോൾ എന്താ? 3 ആണ്. സോ ആൽഫ = 3 എന്ന് കിട്ടും. ഇതാണ് ആൽഫയുടെ വാല്യൂ. അപ്പോൾ ഇതിൽ ഈ ചോദ്യം ആക്ച്വലി നമുക്ക് ഡിഫിക്കൽട്ടായിരുന്നു. എന്നാൽ ഒന്ന് ശരിക്കും സൂക്ഷ്മമായിട്ട്, ഇതാണ് ചെന്നൈ ഐറ്റിക്കാരുടെ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോയ ഡിഫിക്കൽട്ടാണ്, സോൾവ് ചെയ്യാൻ പോയ ഡിഫിക്കൽട്ടാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോയ ഡിഫിക്കൽട്ടാണ്. ഇതൊന്നും വേണ്ട. വി ക്യാൻ ഒബ്സർവ് ദം വാട്ടാർ. ഇത് ഒരു ലീനിയറാണ് നടുക്കോടെ കിടക്കുന്നുള്ള ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് എൻഡിൽ ലീനിയർ ലൈനാണ്. ഒരു ലൈൻ കിട്ടാനായിട്ട് 2 പോയിൻ്റ് മതി. വേണമെങ്കിൽ 1ഉം 3ഉം കൊടുത്തു നോക്കൂ, അപ്പോൾ ആ പോയിൻ്റ് കിട്ടും. നിങ്ങൾ ഇതിങ്ങനെ നോക്കാണ്ട് ഇത് രണ്ടും കൊടുത്താൽ നമുക്ക് ആ പോയിൻ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് ആ 2 പോയിൻറ്റും ജോയിൻ ചെയ്തോളൂ. അതറിയാമല്ലോ, 1 കൊടുത്താൽ കിട്ടുന്നത് 2ഉം 3 കൊടുത്താൽ കിട്ടുന്നത് -2 ആണ്. സോ ജോയിൻ ചെയ്യുന്ന ലൈൻ ഇതാ, ഇത്രേ ഉള്ള കാര്യം. വീണ്ടും അടുത്തത് ഇങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങനെ ലൈനാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ അതിനെ 0 ആക്കുന്നത് ഒരു ഹാഫ് മുകളിൽ ഒരു ഹാഫ് താഴെ വരാവുന്ന രീതിയിൽ എത്ര പോയിന്റുകൾ ഇവിടെ ഉണ്ടെന്നാണ്. സോ ദ യൂസിങ് ദ സിമെട്രിക്കൽ ഫോം ദിസ് വിൽ ബി. ഇതൊരു വേവ് ജനറേറ്റിംഗ് കണ്ടീഷനിൽ കൂടെ കിട്ടുന്ന ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കത് സിമ്പിളായിട്ട് പ്രയോഗിക്കാൻ പറ്റിയത്. സോ ആക്ച്വലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ഒരു സംശയം വേണ്ട കേട്ടോ. ഇത് ഡിജിറ്റലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് അവർ യൂസ് ചെയ്തിട്ട് ഒരു ചോദ്യമാക്കി നമ്മുടെ മുന്നിൽ ഇട്ട് നിൽക്കുന്നത്. ആക്ച്വലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ നമുക്കൊരു ഗേജും വേണ്ട. എക്സാം ഹാളിൽ നമുക്കിത് ഇങ്ങനെ എടുക്കാൻ, നമുക്ക് പ്രീവിയസ്ലി ഇതേപോലെ ചോദ്യം വന്നാൽ എങ്ങും തന്നെ ഒരെണ്ണം പോലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ബട്ട് വി ക്യാൻ ഈസിലി ഒബ്സർവ് ദം ദിസ് പാറ്റേൺ. ഇത് ചെയ്യുന്ന ക്രാക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടാവും തീർച്ചയായിട്ടും. അവർക്ക് ആ റാങ്കിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഒരു സംശയം വേണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജി ഓഫ് എക്സ് ആൽഫ നമുക്ക് 3 ആണ്. ഇനി എന്താണ് ബീറ്റ? അതാണ് രണ്ടാമത്തെ കേസ്. നോക്കി, ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ കണ്ട് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1+ റൈറ്റ് സൈഡാണ്. ജി ഓഫ് എക്സ് ബൈ എക്സ് -1 ആണ്. ഇത് നമുക്ക് ലോപ്പിറ്റൽ റൂൾ കൊടുത്താൽ G'1 ആണ്. G'1 എന്താ? നമ്മുടെ ഇക്വേഷനകത്ത് G' എടുത്തു കഴിഞ്ഞാൽ N1 കൊടുത്താൽ മതി. സോ ഇറ്റ് ഇസ് f(1). സോ വി ക്യാൻ, സോ ഇറ്റ് ഇസ് f(1). f(1) എത്രയാണ്? 2 ആണ്. തുടക്കത്തിലേ കണ്ട് f(1) 2 ആണ് അല്ലേ?
അപ്പോൾ ബീറ്റയുടെ വാല്യൂ 2 ആണ്. സോ വാട്ട് ഇസ് ആൽഫ പ്ലസ് ബീറ്റ 5 കഴിഞ്ഞില്ലേ. അപ്പോൾ ഇത് ഡിഫിക്കൽട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ സിംപ്ലിഫൈ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പം ദാറ്റ്സ് ആക്ച്വലി എ വെരി ഗുഡ് പ്രോബ്ലമായിട്ട് മാറുന്നുണ്ട്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റിനകത്തിലിട്ട് എസ് സിയിൽ 1 2 3 4 5 6 ആൻഡ് എക്സ് ബി ദ സെറ്റ് ഓഫ് ഫോർ റിലേഷൻസ് ആർ ഫ്രം S to S that satisfy the both following properties. R has exactly 6 elements. ആലോചിക്കണം, R എന്ന് പറയുന്ന റിലേഷനാണ്, എക്സ് ബി ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എന്നാണ്. സോ എക്സ് ബി ദ സെറ്റ് ഓഫ് ഓൾ റിലേഷൻ. എത്ര റിലേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും 6 എലമെൻ്റ് ഉള്ളത്? ഇതാണ് ഒരു ചോദ്യം. പിന്നെ നമുക്കുള്ളത് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഈ കണ്ടീഷൻ വേണം കേട്ടോ. ആർ ഹാസ് എക്സാക്ട്ലി 6 എലമെൻറ്റേ ആറിലുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എ ബി എടുത്തു കഴിഞ്ഞാൽ മോഡലസ് ഓഫ് എ ബി എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കണം. നമുക്ക് 2 കൂടുതലായിരിക്കണം. 2 കൂടുതൽ എന്ന് പറയുന്നത് നമ്മളിത് കണ്ടോ, ഈ പറയുന്ന നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 എടുത്തു കഴിഞ്ഞാൽ ഈ 2 എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും പറ്റത്തില്ല. കണ്ടോ, ബാക്കി എന്താണെങ്കിലും എടുക്കാം. ഇപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും പറ്റും. ഇതാണ് അതിനകത്തെ കണ്ടീഷൻസ്. ഈ ഒരു ഡിഫറൻസ് ആണ് അവിടെ പറയാം. ബാക്കി നമ്പേഴ്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ആണ്. അവിടെ നിൽക്കട്ടെ. ഇനി വൈ എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ആർ ഹാസ് എക്സാക്ട്ലി 1 എലമെൻറ്റ്. റേഞ്ചിൻ്റെ അത് ഒറ്റ എലമെൻറ്റേ ഉണ്ടാകാവുള്ളൂ. അങ്ങനെയുള്ള വൈയുടെ കൗണ്ടാണ്. അതേപോലെ ഫങ്ഷൻസ് ഓഫ് ആർ എത്ര ഫങ്ഷൻസ് ഉണ്ടാകുന്നുള്ളത് രണ്ടാമത്തെ കേസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് പാരഗ്രാഫ് ആയതുകൊണ്ട് ഫസ്റ്റ് കേസ് നോക്കിയിട്ട് നമുക്ക് അടുത്തിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ നമ്പർ ഓഫ് എക്സ് എന്നാ. എക്സ് എന്തായിരുന്നു? വാട്ട്സ് അവർ എക്സ്? എക്സ് എന്ന് പറയുന്നത് എക്സ് ബി ദ സെറ്റ് ഓഫ് ഓൾ റിലേഷൻ. സോ എത്ര റിലേഷൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻ ഉണ്ടാകുന്നത് എന്താ? ഹൗ മെനി റിലേഷൻസ് ഫ്രം എ ടു ബി, എ ക്രോസ് ബി. എ ക്രോസ് ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അതിൻ്റെ സബ്സെറ്റുകളെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. സബ്സെറ്റ് ഹാവിങ് 6 എലമെൻറ്റ് പറയണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എക്സ് അവർ ചോദിച്ചേക്കുന്നത് MC6 എന്നാണ്. അപ്പോൾ ഈ ആറിൻ്റെ കൗണ്ടെന്ന് പറയുന്നത് 6 ആയതുകൊണ്ട് അത് സെലക്റ്റഡ് ആയി കഴിഞ്ഞു. അങ്ങനെ എത്ര ഫീസിബിൾ ഓർഡർ പെയർ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ അകത്തുണ്ടെന്ന് നോക്കണം. ഇത് എങ്ങനെയാണ്? മോഡ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 വരുന്ന എത്ര ഓർഡർ പെയർ അവിടെ ഉണ്ടോ ആ ഓർഡർ പെയറിൽ നിന്ന് യു പിക്ക് ഔട്ട് ദാറ്റ് 6. ദാറ്റ് ഷുഡ് ബി ദ കൗണ്ട്. അപ്പോൾ ഈ എം എന്ന് പറയുന്നത് ഹൗ മെനി സച്ച് ഓർഡർ പെയർ ഹാവിങ് ദിസ് 2. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്പർ ഓഫ് എക്സ് MC(x) ആകുന്നത് ഈ ഒരു കണ്ടീഷൻ എത്ര ഓർഡർ പെയറുകൾ നമുക്ക് ഫ്രെയിം ഔട്ട് ചെയ്യാൻ പറ്റുമോ ആ ഫ്രെയിം ഔട്ട് ചെയ്യുന്നതിനകത്ത് 6 വെച്ച് നിങ്ങൾ എടുത്താൽ അതെല്ലാം റിലേഷൻസാണ്. അപ്പോൾ 6 ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എം എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഉണ്ടോ എം ഇസ് ദി നമ്പർ ഓഫ് ഓർഡർ പെയർ എ കമ ബി. സോ ദാറ്റ് മോഡ് എ മൈനസ് ബി ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ഇങ്ങനെ പറയണം. അത് നിങ്ങൾ കൗണ്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ പണിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്? ഇതിൻ്റെ കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എടുക്കണം. ഇപ്പോൾ എയുടെ വാല്യൂ 1 ആണെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ബി ഏതൊക്കെയാണ്? 2 പറ്റത്തില്ല അല്ലേ, 3 പറ്റും. ഈക്വൽ ടു 3 എടുക്കാം, 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം. ഇത്രേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡർ പെയർ കൗണ്ട് ചെയ്താൽ 1 3 1 4 1 5 1 6 ഇത് 4 എണ്ണമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം. 3 1 അതേപോലെ തന്നെ 4 1 അതുപോലെ 5 1 അതുപോലെ തന്നെ 6 1. ബിക്കോസ് എസ് ക്രോസ് എസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ തിരിച്ച് മറിച്ച് എടുക്കാം. ഓർഡർ പെയർ എന്നുള്ള കണ്ടീഷനല്ല. അപ്പം ടോട്ടൽ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ വരുന്നത് 8 എണ്ണമാണ്. അതായത് ഇതിൻ്റെ 4 എണ്ണം ഉണ്ടെങ്കിൽ ഈ 4 ഗുണം 2 ട്വൈസ് എടുക്കും. 4 × 2 ആണ് നമുക്ക് 8 ആയിട്ട് വരുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പം ഇതിൻ്റെ അകത്ത് എലമെൻറ്റുകൾ നമുക്ക് ഈ പറഞ്ഞ എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 2 എന്നുള്ള സിറ്റുവേഷൻ സാറ്റിസ്ഫാക്ടറി ആക്കി. ഇനി നമുക്ക് എയ്ക്ക് നമ്മൾ 2 കൊടുത്താൽ മതി. എയ്ക്ക് 2 എടുക്കാൻ എന്താ സംഭവിക്കുക? ബിക്ക് എടുക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് 3 പറ്റത്തില്ല. 4 5 6 അല്ലേ. അത് എത്ര എണ്ണം വരും? 3 എണ്ണം വരും. സോ 3 × 2 എന്ന് പറയുന്ന 6 ആണ് കൗണ്ട് വരിക. അപ്പോൾ ഇപ്പറേ നമ്മൾ എടുത്തു കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് തിരിക്കേണ്ട കാര്യം വരുന്നില്ല. അടുത്ത എയ്ക്ക് നമ്മൾ 3 കൊടുക്കുക. എയ്ക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ ബി നമുക്ക് എടുക്കാൻ പറ്റുന്നത് 5 and 6 ആണ്. ഇപ്പോൾ 2. സോ 2 × 2 നമുക്ക് 4 വരും. അതേപോലെ ഇനി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒറ്റെണ്ണം കൂടി മതിയാകും ഉണ്ടോ. ബാക്കി നമുക്ക് നോക്കേണ്ട കാര്യമില്ല. എ = 4 എടുത്തു കഴിഞ്ഞാൽ ബി നമുക്ക് എടുക്കാൻ പറ്റുന്ന 6 മാത്രം 2 മാത്രം വരുന്നത്. സോ നമുക്ക് ഉള്ളി 1 ആണ്. 1 × 2 നമുക്ക് 2 ആണ്. അപ്പോൾ ഇത്രയും സെറ്റുകളേ ഉള്ളൂ. 2 സൈഡ് ഞാൻ എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് ഈ 8 6 14 6 20. സോ ദർ ആർ 20. അപ്പോൾ ഇതിൻ്റെ ഓർഡർ പെയർ നിങ്ങൾ എഴുതി വെച്ചൊരു സെറ്റ് ഉണ്ടാക്കുക. ഈ ഓർഡർ പെയർ ഏതെടുത്താലും ശരി എ മൈനസ് ബി എയും ബിയും നമ്മുടെ എസ് എന്നുള്ള സെറ്റിൽ എലമെൻറ്റിൽ വന്നതാണ്. പക്ഷേ എ മൈനസ് ബിയുടെ ഡിഫറൻസ് ആബ്സല്യൂട്ട് ഡിഫറൻസ് ഇസ് ഗ്രേറ്റർ ദാൻ 2 തിരിച്ച് മറിച്ച് എടുത്തു കഴിഞ്ഞു. അങ്ങനെ 20 എണ്ണമാണുള്ളത്. ഈ 20 സെറ്റുകൾ വെച്ചിട്ട് അതിൽ എത്ര റിലേഷൻസ് ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ 20C6 ആണ്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 20C6 ആണ്. അപ്പോൾ അതിൻ്റെ കൗണ്ട് നമുക്ക് N of X എന്ന് പറയുന്നത് 20യുടെ M ഇട്ടാൽ സോ M = 20 നമുക്ക് ഈസിയായിട്ട് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ ചോദ്യം. അതാണ് ഉത്തരം. സോ M = 20 എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് കിട്ടുന്നത്. ആക്ച്വലി അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്.
ഇനി രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് വൈയുടെ കാര്യമാണ്. കണ്ടോ, നമ്പർ ഓഫ് എക്സ് ഇവിടെ നമുക്ക് കിട്ടിയതാണ് ഞാൻ പറഞ്ഞത്. എമ്മിൻ്റെ വാല്യൂ നമുക്ക് 20 കിട്ടി. സോ ദ ആൻസർ ഈസ് ദർ. ഓക്കെ, നൗ ഐ കം ടു ദിസ് വൺ. ഇതിൽ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇതേ ചോദ്യം തന്നെ എടുത്തിട്ട് വൈ എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ദ സെറ്റ് ഹാസ് എക്സാക്ട്ലി 1 എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് 6 എലമെൻ്റുള്ള സെറ്റാണ് 6 ആദ്യം പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഒറ്റ റേഞ്ച് വെച്ച്, അപ്പോൾ മാക്സിമം നമ്പർ 6 ആണെന്ന് വെച്ചു. ഈ 6 ആണെങ്കിൽ നമുക്ക് ഫീസിബിൾ ആവുന്ന കൗണ്ട് ഏതൊക്കെയാണ്? നമുക്ക് 1 6 പറഞ്ഞാൽ ഓക്കെയാണ്, 2 6 പറഞ്ഞാൽ ഓക്കെയാണ്, 3 6 പറഞ്ഞാൽ ഓക്കെയാണ്, 4 6 പറഞ്ഞാൽ ഓക്കെയാണ്. കണ്ടോ, ഒരു കാരണവശാലും 5 ചേർത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഒറ്റ ഇതിൻ്റെ റേഞ്ച് നിങ്ങൾ കണ്ടുപിടിച്ചാൽ എനിക്ക് ഈ 6 എന്നുള്ള കറക്റ്റേ വരുള്ളൂ. അപ്പം ഒരു എലമെൻറ്റ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഈ കണ്ടീഷൻ പറഞ്ഞാൽ വെറും 4 എണ്ണമാണ് മാക്സിമം. അപ്പോൾ ആ ഒറ്റ എലമെൻറ്റ് കൊണ്ട് 6 എലമെൻ്റുള്ള ഓർഡർ പെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, പറ്റത്തില്ല. ഇനി വേണമെങ്കിൽ വേറൊരു എലമെൻറ്റും കൂടി എടുത്തേ നിങ്ങൾക്ക് 6 ഉള്ള എലമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ വൈ എന്ന് പറയുന്ന സെറ്റ് പോസിബിൾ അല്ല. റേഞ്ച് എക്സാക്ട്ലി 1 എലമെൻറ്റ് വരികയും എ മൈനസ് ബിയുടെ മോഡുലസ് ഗ്രേറ്റർ ആംഗിൾ 2 വരികയും ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഹിയർ. കാരണം ആകെ 6 എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും വലുതോ ഏറ്റവും ചെറുതോ എന്ത് വേണമെങ്കിലും എടുത്തു, എങ്ങനെ എടുത്താലും ശരി. എ ഡിഫറൻസ് ബി ഉണ്ടാവണമെങ്കിൽ പരമാവധി ഞാൻ ഏറ്റവും അങ്ങേയറ്റത്തെ എടുക്കും, അല്ലെങ്കിൽ ഇങ്ങേയറ്റത്തെ എടുക്കുമ്പോഴേ 4 എണ്ണം ഉണ്ടാകുന്നത് അല്ലേ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ പ്രത്യേകത വെച്ച് നോക്കിയാൽ ഈ 4 ഓർഡർ പെയർ വെച്ച് മാത്രം പറ്റുള്ളൂ. എന്നിട്ട് അത് കീപ്പ് ഓൺ ചെയ്തു. പക്ഷേ അപ്പോൾ 6 എലമെൻ്റുള്ള ക്യാപിറ്റൽ ആർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. സോ വൈ ഈസ് നോട്ട് പോസിബിൾ. ദെൻ നമ്പർ ഓഫ് വൈ എന്താണ്? നമ്പർ ഓഫ് വൈ 0 എന്ന് തന്നെ പറയണം. നിങ്ങൾക്കത് ഉറപ്പിക്കാവോ എന്നറിയാൻ വേണ്ടിയാണ് അവർ ആ ചോദ്യം ഇട്ടേക്കുന്നത്. അതായത് ക്യാപിറ്റൽ ആറിൻ്റെ അകത്ത് 6 എലമെൻ്റ് ഉണ്ടാവുകയും ഓർഡർ പെയർ ഗ്രേറ്റർ ദാൻ 2 വരുന്ന ഒരു ഫീസിബിലിറ്റി ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ വൈ 0 ആയിട്ട് എടുക്കണം. എന്നാൽ അടുത്ത ഫങ്ഷൻസിൻ്റെ കൗണ്ടാണ്. റിലേഷനാണ് നമ്മൾ ആദ്യം പറഞ്ഞതെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ആറിൻ്റെ അകത്ത്, അതായത് റിലേഷൻ്റെ അകത്ത് ആർ ഇസ് എ ഫംഗ്ഷൻ ഫ്രം എസ് ടു എസ്. എങ്ങനെയാണ് ഫംഗ്ഷൻ എടുക്കുക? ഫംഗ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ആ പെർമുട്ടേഷൻ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റണം. നമ്മളെ സംബന്ധിച്ച് എ എന്ന് പറയുന്നൊരു എലമെൻ്റ് എടുത്താൽ അതിന് എത്ര ഫീസിബിലിറ്റി ഉണ്ടാകും എന്നുള്ളത് നോക്കുക. നോക്കി, എ ഞാൻ 1 നിർത്തും. അങ്ങനെയാണെങ്കിൽ ഇതിനെ മാപ്പ് ചെയ്യപ്പെടാൻ പറ്റുന്ന ബി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 3 4 5 6 ഈ 4 എണ്ണമാണ് ഉള്ളത്. 2 ഞാനങ്ങ് എടുക്കുകയാണെങ്കിൽ ഉണ്ടോ, 2 എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ ഇപ്പുറേ അപ്പുറം പറ്റില്ല. ഉണ്ടോ നോക്കി, 1 2 3 4 5 6 ആണ്. ഇപ്പോൾ ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇത് രണ്ടും പറ്റില്ല, പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ 4 5 6 പറയാൻ പറ്റും. ഇനി 3 എടുത്താൽ അതേ കണ്ടീഷനാണ്. 3 ആണ് എടുക്കുന്നതെങ്കിൽ ഇത് രണ്ടും പറ്റില്ല, പിന്നെന്താ ഉള്ളത്? 1 5 6, അതായത് ഇതും എടുക്കാൻ പറ്റും. 4 ആണെങ്കിൽ ദണ്ട് ഇത് വന്നാൽ ഇത് രണ്ടും പറ്റില്ല. സോ 1 2 6 പറയാൻ പറ്റും. അതേപോലെ 5 ആണെങ്കിലും നമുക്ക് എന്ത് പറ്റത്തില്ല? ഇത് ആരും പറ്റത്തില്ല. ബാക്കി 1 2 3 പറയാൻ പറ്റും. എന്നാൽ 6 ആണെങ്കിൽ നമുക്ക് ഇത് ഒരെണ്ണം ഒഴിച്ച് ബാക്കി 4 എടുക്കാൻ പറ്റും. 1 2 3 4 എടുക്കാം. ഇതാണ് മറ്റേ ഓർഡർ പെയർ നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഹൗ മെനി ഫങ്ഷൻസ് ആർ ദർ? ഫങ്ഷൻസ് പറയുമ്പം ഇതെല്ലാം എടുത്തിരിക്കണം. അപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ 1 കൊടുത്തേക്കാവുന്ന ഓർഡർ പെയർ ഈ കിടക്കുന്ന 4 എണ്ണമാണ്. അതിലേത് വേണേലും ഒരെണ്ണം മതി, 1 കൂടുതലേ ഫംഗ്ഷൻ അല്ലാണ്ട് പോകും. സോ ഹൗ മെനി ഫീസിബിലിറ്റി ഓഫ് ദാറ്റ്? സോ ദ ടോട്ടൽ കൗണ്ട് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 4 എണ്ണം, 4 C1 ഉണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇൻറ്റു ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഈ 2നെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 C1 ഇൻറ്റു നമുക്കിവിടെ എടുത്തു കഴിഞ്ഞാലും 3 C1 ഇൻറ്റു ഇവിടെ എടുത്താലും 3 C1 ഇൻറ്റു 3 C1 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ഇവിടെ 3 ഉണ്ടോ. ഈ കൗണ്ടാണ് അവിടെ കയറുക. ഇവിടെയും 3 ഇവിടെയും 3 ഇവിടെയും 3 ഇവിടെ 4 വരും. സോ ടോട്ടൽ കൗണ്ട് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോന്നിൻ്റെയും പ്രോഡക്റ്റ് ദ നമ്പർ ഓഫ് ഫംഗ്ഷൻസ്, അതായത് നമ്പർ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 4 എന്നാണ്. ദാറ്റ് വി ക്യാൻ സി ദാറ്റ് ഇസ് ഈക്വൽ 4 സ്ക്വയർ ഇൻറ്റു 9 സ്ക്വയർ എന്ന് വരും അല്ലേ. സോ വി ക്യാൻ സി ഇറ്റ് ഇസ് ഈക്വൽ 36 സ്ക്വയർ. ഇതാണ്. ഇതിനെ കെ സ്ക്വയർ എന്ന് വിട്ടിട്ടാൽ കെയുടെ വാല്യൂ മോഡുലസ് ഓഫ് കെ എത്ര കിട്ടും? 36 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. നമ്പർ ഓഫ് 5 0 ആണ്. നമ്പർ ഓഫ് ഇസഡിൻ്റെ കെ സ്ക്വയറിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടി സം ചെയ്യുമ്പോഴാണ് കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 0 പ്ലസ് 36ൻ്റെ സ്ക്വയർ ആണ് അത്. അപ്പോൾ അവിടെ കെയുടെ വാല്യൂ 36 സോ ആൻസർ ഓൾസോ 36 കഴിഞ്ഞു അല്ലേ. നൗ യു കം ടു ക്വസ്റ്റ്യൻ നമ്പർ 16. അതും ഒരു പാരാഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ദ വാല്യൂ ഓഫ് അതാണ് നമ്മൾ കഴിഞ്ഞത്. സോ വി ക്യാൻ കം ടു ദിസ് വൺ. ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ 2 കണ്ടീഷൻസാണ്. നമുക്ക് നോക്കാം. ഇത് 0 മുതൽ π/2 വരെ 0 to 1 വരെയുള്ള ഫംഗ്ഷനാണ് സൈൻ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ അകത്ത് വാട്ട് ഇസ് എഫ് ഓഫ് π/2 മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ഓഫ് π/2 മൈനസ് എക്സ്. എവിടെയെങ്കിലും വന്നാൽ അത് കോസ് സ്ക്വയർ എക്സ് ആണ്. ഇതാണ് അതിൻ്റെ അകത്ത് ഒരു അഡ്വാൻറ്റേജ്. കോസ് സ്ക്വയർ എക്സ് ആണ്. അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിനൊരു ചെറിയ പ്രത്യേകതയുണ്ട്.
നമ്മളെ സംബന്ധിച്ച് ജി ഓഫ് എക്സ് പറയുമ്പോൾ റൂട്ട് ഓഫ് പൈ ബൈ 2x മൈനസ് എക്സ് സ്ക്വയർ എന്നാണെങ്കിൽ വി ക്യാൻ കീപ് ദാറ്റ് എക്സ് ആസ് എ കോമൺ ഫാക്ടർ. അപ്പോൾ എന്താ വരിക, പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഉണ്ട് എക്സ് കോമൺ ആക്കി എടുത്താണേ. അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകത ജി ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് ഈസിക്കൽ റൂട്ട് ഓഫ് ഈ എക്സിന് പൈ ബൈ 2 മൈനസ് എക്സ് കൊടുക്കാം. മറ്റത് ഈ പൈ ബൈ 2 മൈനസ് എക്സ് എന്താവും, പൈ ബൈ 2 മൈനസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്നാണ് എഴുതേണ്ടത്, റൈറ്റ്. അപ്പോൾ ഇതിൽ എക്സ് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന റൂട്ട് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു എക്സ് എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് പൈ ബൈ 2x മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ജി എഫ് എക്സ് തന്നെയാണ്. ഇതാ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്നറിയോ, നമ്മൾ കിങ് റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ആൻസർ എടുക്കേണ്ടത്. ഇപ്പോൾ തന്നിരിക്കുന്ന രണ്ട് ഡെഫിനേഷൻ്റെ അകത്ത് എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ്, പക്ഷേ ജി ഓഫ് പൈ ബൈ 2 എക്സ് ജി എഫ് എക്സ് തന്നെയാണ്. ഉണ്ടോ, ഈ രണ്ട് കണ്ടീഷൻസാണ്. നോക്കി, എഫ് ഓഫ് എക്സ് എന്നുള്ളതിൻ്റെ അകത്ത് നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് വരുന്നത് നമുക്ക് കോസ് സ്ക്വയർ എക്സ് ആണ്. ഇതാണ് വരുന്നത്. അതുപോലെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് ഓഫ് പൈ ബൈ 2x മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ജി ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് നമുക്ക് ജി എഫ് എക്സ് തന്നെയാണ്. ഈ രണ്ട് കാര്യമാണ് ഇതിനകത്ത് ഹൈലൈറ്റഡ് ആവുന്നത് ഈ ചോദ്യത്തിൻ്റെ അകത്ത്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ജി എഫ് എക്സിന് നമുക്കൊരു പ്രത്യേകത എടുക്കാം. നോക്കി, ലെറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നെടുക്കുക. അപ്പോൾ നമുക്ക് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പൈ ബൈ 2x മൈനസ് എക്സ് സ്ക്വയർ. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ അകത്ത് വൈ സ്ക്വയർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് പൈ ബൈ 2x മൈനസ് എക്സ് സ്ക്വയറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജി എഫ് എക്സിൻ്റെ പ്രത്യേകത ഇതെല്ലാം കൂടി ഇങ്ങെടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് പൈ ബൈ 2x ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇതൊരു സർക്കിളാണ് കേട്ടോ. ഈ സർക്കിളിൻ്റെ പ്രത്യേകത നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് പൈ ബൈ 2x പ്ലസ് പൈ സ്ക്വയർ ബൈ 4 എന്ന് കൊടുത്താൽ പ്ലസ് വൈ സ്ക്വയർ കൊടുത്താൽ നമുക്ക് അപ്പുറത്ത് പൈ സ്ക്വയർ ബൈ 4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതെന്തായി, ദാറ്റ്സ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 16 കൊടുത്താലേ അത് പെർഫെക്റ്റ് ആകുള്ളൂ കേട്ടോ. 16 ആൻഡ് ദിസ് ഓൾസോ 16. ദാറ്റ്സ് ദിസ് ഈസ് ഈക്വൽ ടു ഹാഫിൻ്റെ സ്ക്വയറാണ് എക്സ് മൈനസ് പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് ഉണ്ടോ, പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇതൊരു സർക്കിളാണ്. ഈസ് എ സർക്കിൾ. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ പൈ ബൈ 4,0 ആൻഡ് റേഡിയസ് പൈ ബൈ 4 ആണ്. ഇതെങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? ഇത് വരയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. എക്സ് വൈ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ സെൻറ്റർ പൈ ബൈ 4 0, ദണ്ട് ഇത് പൈ ബൈ 4 ആണ് 0. ഇതാ റേഡിയസ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന സർക്കിളാണ്. ദിസ് ഇസ് ജി എഫ് എക്സ്. അപ്പം ജി എഫ് എക്സിൻ്റെ പൈ ബൈ 2 വരെ പോകുന്ന ഭാഗം ഇതാണ് 0 മുതൽ പൈ ബൈ 2 വരെ ഉള്ളത്. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിൽ കാണണം. എന്തിനാ മറിച്ച് നമ്മളെ സംബന്ധിച്ച് ഇൻഡയറക്ഷൻ എടുക്കുമ്പോൾ ഈ കിങ്സ് റൂൾ പ്രയോഗിക്കാവുന്നൊരു ചോദ്യമായതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും പറയുന്നത്. രണ്ട് പാരഗ്രാഫിൽ കിടക്കുകയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ്. ഇതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ എഫ് ഓഫ് നമുക്ക് ഈ കിടക്കുന്ന രണ്ടാമത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇതിൽ ജി എഫ് എക്സ് നമുക്ക് മാറുമ്പം പൈ ബൈ 2 മൈനസ് എക്സ് ജി എഫ് എക്സ് തന്നെയാണ്. എന്ന് മാത്രമല്ല ജി എഫ് എക്സ് ഇങ്ങനെ സർക്കിളായിട്ടാണ് വരിക. ഇത് രണ്ടും ബേസിൽ നിർത്തിക്കൊണ്ട് ഈ പാരഗ്രാഫ് നമുക്ക് തുടങ്ങാം. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ജി എഫ് എക്സ് ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇങ്ങനെ കൊടുത്തു നോക്കാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി എഫ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ടാക്കി എഴുതാം. ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി എഫ് എക്സ് ഡി എക്സ് എന്നാണ്. പ്ലസ് ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ജി എഫ് എക്സ് ഡി എക്സ്. ഞാൻ രണ്ടാക്കി, ബോധപൂർവ്വം രണ്ടാക്കിയതാണ്. ഒന്നാമത്തേനെ ഞാൻ അതേപോലെ തന്നെ അങ്ങ് എഴുതുന്നു. ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇട്ടിട്ട് ഇത് സൈൻ സ്ക്വയർ എക്സ് ആയിട്ട് എഴുതുന്നു. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ജി എഫ് എക്സ് ഡി എക്സ്. പ്ലസ് ഇവിടെ കിങ് റൂൾ യൂസ് ചെയ്യുന്നു. എന്താ ഒരു പൈ ബൈ 2 ഇൻറ്റു എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു ജി ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്. ഇതാണ് ഞാൻ എഴുതുന്നത് ആദ്യത്തെ പണി. ഗുണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടു, ഇത് കോസ് സ്ക്വയർ എക്സ് ആണ്, ഇത് ജി എഫ് എക്സ് തന്നെയുമാണ്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 0 ടു പൈ ബൈ 2 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ജി എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ജി എഫ് എക്സ് ഡി എക്സ്. ഇതാണ് കിട്ടുന്നത്. എനിക്ക് 2 ടൈംസ് ഈ കിടക്കുന്ന രണ്ട് ഗ്രൂപ്പാക്കി എഴുതുമ്പം ഇങ്ങനെ വേണമെങ്കിൽ ഒന്നായിട്ട് തന്നെ എഴുതിയിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഉണ്ടാക്കാം. കിങ് റൂൾ നമ്മൾ 2i എടുക്കുന്നവർ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് വി ക്യാൻ യൂസ് ദിസ്. ഇവിടുത്തെ രണ്ടും ഒരുപോലെ ആക്കി ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇൻറ്റു
സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇൻറ്റു ജി എഫ് എക്സ് നമ്മൾ നോക്കാത്ത ഒരു കണ്ടീഷനാണ്. ഇതിൽ ജി എഫ് എക്സിനെ കോമൺ ആക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to π/2 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണ് വരിക. ദിസ് സോ വി ക്യാൻ സി സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 1 ആണ്. സോ യു ക്യാൻ സി ഇറ്റ് ഇസ് ഇൻ്റഗ്രൽ 0 to π/2 ഇൻറ്റു 1 ഇൻറ്റു ജി എഫ് എക്സ് ഡി എക്സ് എന്നാണ്. 1 ഇൻറ്റു ജി എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ദറ്റ് ഇസ് ഈക്വൽ ടു വി ക്യാൻ സി ദിസ് വൺ ബി ഇൻ്റഗ്രൽ 0 to π/2 and 1 ഡി എഫ് എക്സ് ദറ്റ് ഇസ് ഇൻ്റഗ്രൽ 0 to π/2 ഇൻറ്റു ജി എഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ നമുക്ക് തുടക്കം 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി എഫ് എക്സ് എന്നായിരുന്നു. വി ക്യാൻ ചൂസ് ദാറ്റ് ടു ലെഫ്റ്റ് സൈഡ്. അത് വരുമ്പോൾ ദിസ് ഇസ് 2 ഇൻ്റഗ്രൽ 0 to π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി എഫ് എക്സ് ഇൻറ്റു ഡി എഫ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ 0 to π/2 ഇൻറ്റു ജി എഫ് എക്സ് ഡി എക്സ് ആണ്. ദാറ്റ് ഷുഡ് ബി 0 ആണ്. ഇതാണ് കിട്ടുന്നത് ഈക്വൽ 0. അപ്പോൾ ഇതിൽ നമ്മളെ സംബന്ധിച്ച് ഇത് 0 തന്നെ കൊടുക്കാം. അത് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓർക്കേണ്ടത് ആൻസർ കിട്ടി അല്ലേ, ഇത് 0 ആണെന്ന് കിട്ടുന്നത്. സോ 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്. സോ ഐ കം ടു ക്വസ്റ്റ്യൻ നമ്പർ 17. നമ്മുടെ ഈ ചോദ്യമാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ പറഞ്ഞ ആസ്പെക്റ്റ് ലുക്ക് ദിസ് ഇൻ്റഗ്രൽ 0 to π/2 എഫ് ഓഫ് എക്സ് ജി എക്സ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സം ചെയ്ത് വരുമ്പോൾ ഇത് നമ്മൾ ഐ എന്ന് കൊടുത്തു. സോ വി ക്യാൻ സി ദിസ് ഇസ് ഈക്വൽ ഇൻ്റഗ്രൽ തൊട്ട് മുമ്പുള്ള കണ്ടീഷൻസ് ഉപയോഗിക്കാം ഉണ്ടോ. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു നോക്കിയേ 2i ആണ്. വി ക്യാൻ സി ദിസ് ഇസ് ഉണ്ടോ നമ്മുടെ ആ പ്രോബ്ലത്തിന് പകരം ഇതിൽ നമുക്ക് ഈ ഭാഗം π² നമുക്ക് അവിടെ നിൽക്കട്ടെ കേട്ടോ. വി ക്യാൻ സി π² 16/π³ നമുക്ക് ലാസ്റ്റ് ഗുണിച്ചാൽ മതി. ഇത് മാത്രം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ് പറയുന്നത്. സോ വി ക്യാൻ സി ദിസ് ഈക്വൽ ടു 2 and of this is equal integral 0 to π/2 into g of x dx ആണ്. സോ ദിസ് വിൽ ബി റിട്ടൺ ആസ് 1/2. അപ്പോൾ ഈ 1/2 ഇൻറ്റു ജി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 മുതൽ π/2 വരെ ജി എഫ് എക്സ് മേക്കപ്പെടുന്ന ഏരിയയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജി എഫ് എക്സിൻ്റെ പ്രത്യേകത. ജി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈസ് എ സർക്കിൾ ദിസ്. അതായത് ഇത്രയും ഭാഗത്തെ ഏരിയയുടെ ഹാഫാണ് വേണ്ടത്. You can see this is actually π/4, 0 and the radius is also what π/4. So this is equal to 1/2 into 1/2 into pi r squared എന്നാണ്. വേറൊന്നും നിങ്ങൾ നോക്കണ്ട. That is equal to 1/2 into 1/2 into pi into radius എത്ര π/4ൻ്റെ സ്ക്വയറാണ്. So this will be in the form π³ divided by 16 and 4 64 ഇതാണ് കിട്ടുന്നത്. സോ അവർ ആൻസർ ഈസ് ആക്ച്വലി π²/this. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇത്രയും ഭാഗത്തെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. സോ വാട്ട് ഇസ് അവർ റിക്വയർഡ് ഫൈനൽ ആൻസർ? റിക്വയർഡ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് 16/π³ ഇൻറ്റു ഇപ്പോൾ കിട്ടിയത് π³ ഡിവൈഡ് ബൈ 64 ആണ്. 1/4 ആണ്. 0.25 ആണ്. ഇറ്റ്സ് എ ഫൈനൽ ആൻസർ. ന്യൂമറിക്കലാണ്, നമുക്ക് ആൻസറും കിട്ടും. ഇതിൽ നമ്മൾ ഒരു സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ ഇത് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. It's actually a difficult question. I shall write down and make the answer of it. ചോദ്യം ഇതാണ്. F maps R to R defined by f of x is equal to x square into sine of π/x square x not equal to 0 and 0 x is equal to 0. ഇതിൻ്റെ ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. എഫ് ഓഫ് എക്സിൽ 0യ്ക്ക് എത്ര റൂട്ട്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേറ്റ് ഒബ്ജക്റ്റ് വേണം, ഒറ്റ ഓപ്ഷനേ കറക്റ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ എഫ് ഓഫ് എക്സ് 0 വരണമെന്നുണ്ടെങ്കിൽ എക്സ് 0 ആകുമ്പോഴുള്ള കേസ് ഇതാണ്. ഇപ്പോൾ എക്സ് 0 അല്ലാത്തതാണ്. സോ വി ക്യാൻ പുട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ആറ്റ് x² ഇൻറ്റു സൈൻ ഓഫ് π/x² ഇസ് ഈക്വൽ 0 ആകുന്ന സിറ്റുവേഷനാണ് കാണേണ്ടത്. പക്ഷേ എന്തല്ല, എക്സ് 0 അല്ല. അപ്പോൾ എക്സ് 0 അല്ലെങ്കിൽ പിന്നെ 0 ആകേണ്ടത് ആരാ? സൈൻ ഓഫ് π/x² 0 ആണ്. ദിസ് ഇംപ്ലൈസ് ആറ്റ് π/x² ഇസ് ഈക്വൽ ടു nπ എന്ന് വരണം അല്ലേ. സൈൻ ഇത് 0 ആകണമെങ്കിൽ ആ റൂട്ട് nπ എന്ന് വരണം. സോ വി ക്യാൻ സി അവർ 1/x² ഇസ് ഈക്വൽ ടു n ഓർ x² ഇസ് ഈക്വൽ ടു 1/n എന്ന് വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 1/√n. ഇതാണ് വരുന്നത്.
ഇനി അതിൻ്റെ അകത്ത് ഓപ്ഷൻ്റെ അകത്ത് എല്ലാം പോസിറ്റീവ് വാല്യൂസ് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ ഓപ്ഷൻ്റെ അകത്ത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്നുള്ള കൗണ്ടാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇവിടുത്തെ ഈ 1/n ആണ് എക്സിൻ്റെ വാല്യൂ. സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് 1/√n ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി, ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്യൽ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുണ്ടോ, നമുക്കിവിടെ 10⁻10 ഉണ്ട്, പിന്നെ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്, നമുക്കിവിടെ 0 ഉണ്ട്. ഇത് രണ്ട്, അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്നതിൻ്റെ അകത്ത് 10⁻10ഉം കിടക്കുന്നത് സിക്കകത്താണിത്. അതിലൊന്നിൽ ഇൻഫിനിറ്റ്ലി മെനി ഉണ്ടെന്നും മറ്റത് ഫൈനൈറ്റ്ലി ആണെന്നുമാണ് വരുന്നത്. f(0) വരുന്നത്, അതായത് ഈ √n ഇവിടെ ഫൈനൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരും. അപ്പം n നാച്ചുറൽ നമ്പർ ആണെന്ന് പറയുന്നുണ്ട്. ഹൗ മെനി ഓഫ് ദം ആർ ദർ എന്നാണ് എന്നിൻ്റെ വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ n π എന്നെടുക്കുമ്പോൾ നമുക്കറിയാം n നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഇൻറ്റിജറാണ് വരുന്നത്. എത്ര ഇൻറ്റിജറാണ് നമുക്ക് വരാനായിട്ടുള്ളതെന്നാണ് നോക്കേണ്ടത്. സോ വി ക്യാൻ സി സപ്പോസ് 1/√n ബിലോങ്സ് ടു 1/10⁻10, ഇൻഫിനിറ്റി എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? വി ക്യാൻ സി ദിസ് ഇസ് 1/10⁻10 ലെസ് ദാൻ 1/√n എന്നാണ് വരേണ്ടത്. ബാക്കി അപ്പുറത്ത് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്, അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല. ഇതിനേക്കാൾ കൂടുതലായിരിക്കണം 1/√n. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നോക്കി, 10⁻10 ഈസ് ഗ്രേറ്റർ ദാൻ √n എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വെച്ചാൽ √n ഈസ് ലെസ് ദാൻ 10⁻10 എന്നാണ്, അഥവാ n ഈസ് ലെസ് ദാൻ 10⁻20 ആണ്. അപ്പം എത്ര നാച്ചുറൽ നമ്പർ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്? മറ്റേ ഇൻഫിനിറ്റി വരുമ്പോൾ നമുക്ക് 0 വരെ പിടിക്കേണ്ടത്. n ലൈസ് ബിറ്റ്വീൻ ദിസ് ടു ആണ്. 10⁻20 ആയിക്കോട്ടെ, ദ കൗണ്ട് ഓഫ് n നാച്ചുറൽ നമ്പർ ഇൻ ബിറ്റ്വീൻ ഈസ് ഫൈനൈറ്റ് ആണ്. കണ്ടോ? അപ്പോൾ ഒന്നാമത്തെ കേസ് ഇൻഫിനിറ്റ്ലി എന്നുള്ളത് തെറ്റാണ്, അത് ഫൈനൈറ്റ് കൗണ്ടാണുള്ളത്. എന്നാൽ നോക്കിയാൽ സി നോക്കി, 0യ്ക്കും അതിനിടയ്ക്ക് നമുക്ക് കിടക്കുന്നത് എത്രയായിരിക്കും? അത് അവർ പറയുന്നത് അതും തെറ്റാണ്. അപ്പോൾ ഈ രണ്ട് കേസ്, ഒന്ന് ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫൈനൈറ്റും ഇവിടെ ഉണ്ടാകുന്ന ഇൻഫിനിറ്റുമാണ് വരുന്നത്. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഇൻഫിനിറ്റിലോട്ട് ഓപ്പൺ ചെയ്തു പോകും. അപ്പോൾ തിരിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുണ്ടോ, ഈ ഇൻഫിനിറ്റിയാണ് ഇവിടുത്തെ, ഈ ഇൻഫിനിറ്റിയാണ് ഇതിനെ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ 0 ആക്കി വരുത്തുന്നത്. തിരിച്ച് 0 പിടിക്കുമ്പോൾ റെസിപ്രോക്കലും അപ്പുറത്ത് ഇൻഫിനിറ്റി ആക്കി വിടും. അപ്പോൾ അത് ഇൻഫിനിറ്റ് ആകുകയും ചെയ്യും. രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ എയും സിയും തെറ്റാം. ഇനി ഇപ്പോൾ നമുക്ക് എടുക്കുന്നത് നോ സൊല്യൂഷൻ ഇൻ ദിസ് എന്ന് പറയാൻ രണ്ടാമത്തെ കേസ് നമുക്ക് എടുക്കേണ്ടത് ഇതാ, 1/π ലെസ് ദാൻ 1/√n ഈസ് ഇൻഫിനിറ്റി വരെയാണ് പോകുന്നത്. സോ റെസിപ്രോക്കൽ ചെയ്യുമ്പം π ഈസ് ഗ്രേറ്റർ ദാൻ നമുക്ക് √n വരും. സോ π² ഈസ് ലെസ് ദാൻ n വരും. സോ n ലെസ് ദാൻ π² ആകുന്നത് എന്താ? നോ എന്ന് അവർ പറയുന്നത് തെറ്റാണ്. സോ അതവിടെ ഉണ്ടെന്നാണ് വരിക. ഇനി നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ ശരിയാണ്. ഇപ്പോൾ നോക്കിയാൽ 3 കഴിഞ്ഞു, അപ്പോൾ നാലാമത്തെ ഡി ശരിയായേ പറ്റൂ. പക്ഷേ നമ്മളത് പറയുമ്പം നോക്കിയാൽ ഇതിങ്ങനെ കിട്ടണം, 1/π² ഈസ് ലെസ് ദാൻ 1/√n ലെസ് ദാൻ 1/π എന്നാണ്. സോ റെസിപ്രോക്കൽ ചെയ്യുമ്പം നേരെ തിരിച്ചു വരും. പൈ എന്ന് പറയുന്നത് ഉണ്ട്, ഇത് നേരെ തിരിച്ചു വരും. നമുക്ക് ആക്ച്വലി π² ഈസ് ഗ്രേറ്റർ ദാൻ 1/1 അല്ല, വെറും √n ഈസ് ഗ്രേറ്റർ ദാൻ π എന്നാണ്. സോ π ഈസ് ലെസ് ദാൻ √n ലെസ് ദാൻ π² എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് n കളയാനായിട്ട് സ്ക്വയർ ചെയ്താൽ π² ഈസ് ലെസ് ദാൻ n ലെസ് ദാൻ π⁴ ആണ്. നോക്കിയേ, പൈയുടെ വാല്യൂ 3 വേണം 3 ആക്കി വെച്ചോ. 3യുടെ സ്ക്വയർ എന്നെങ്കിൽ 9 അവിടെ 3⁻9 19 81 പിന്നെ അതിൻ്റെ കയറിപ്പോവും. അതിനിടയ്ക്ക് എന്നിന് എത്ര ഇൻറ്റിജറാണുള്ളത് നോക്കി. ഇത് നമുക്ക് 9 ആണെങ്കിൽ അവിടെ 81 മുകളിലുള്ള നമ്പറാണ് കിട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 25 അല്ലല്ലോ, എത്ര ഇൻറ്റിജറാണുള്ളത്? മോർ ദാൻ 25. വെരി ഗുഡ്. സോ ഡി ഈസ് കറക്റ്റ് ആൻസർ. ഇതാണ് കിട്ടുന്നത്. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.